ഹലോ മക്കളെ, അപ്പൊ എല്ലാവർക്കും നമ്മുടെ മലയാളം ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് നമ്മുടെ മലയാളം സെക്കൻഡ് ആണ് എന്ത് ചെയ്യാൻ പോകുന്നത്, അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ട് പഠിക്കാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ ബാക്കിയുള്ള എല്ലാ പരീക്ഷകളും കഴിഞ്ഞു, എല്ലാം നിങ്ങൾ നന്നായിട്ട് എഴുതിയിട്ടുണ്ടാവും. ഇനി നമുക്ക് ബാക്കിയുള്ളത് നമ്മുടെ മലയാളം ഫസ്റ്റും സെക്കൻഡും ആണ്. അതുകൂടെ നമുക്ക് എന്ത് ചെയ്യാം, അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ട് എഴുതി പോകാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മലയാളം സെക്കൻഡ്. നമുക്കറിയാം ഏകദേശം 4ഓളം ചാപ്റ്റർ ആണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു മലയാളം സെക്കൻഡ് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടതുള്ളത്. ഓക്കെ, അതിന്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ ഫസ്റ്റ് ടേമിലെ ആദ്യത്തെ നമ്മുടെ പരീക്ഷയ്ക്ക് ക്വാർട്ടർലി എക്സാമിന് ചോദിച്ച ചാപ്റ്റർ കൂടെ എന്ത് ചെയ്യണം, ഒന്ന് നോക്കിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന നമ്മുടെ ആ 4 ചാപ്റ്റർ എന്ത് ചെയ്യാം, നമുക്ക് സെറ്റ് ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പൊ 4 ചാപ്റ്റർ ഏതൊക്കെയായിരുന്നു നമുക്ക് അറിയായിരിക്കും. ഒന്നാമത്തത് വംശം എന്ന് പറയുന്ന കവിതയാണ്. രണ്ടാമത്തത് ദയ എന്ന് പറയുന്ന തിരക്കഥയുടെ ഭാഗമാണ്. മൂന്നാമത്തത് തഥാഗതയാണ്. നാലാമത്തത് അല്പമല്ല ഭുജിക്കുന്നു. ഈ ഒരു 4 ചാപ്റ്ററും അതിന്റെ ആശയം, അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ആണ് എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പൊ എല്ലാരും എന്ത് ചെയ്യാ, നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം നമ്മുടെ ചാപ്റ്ററിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോ ഒന്നാമത്തെ ചാപ്റ്റർ ആണ്. ഒന്നാമത്തെ ചാപ്റ്റർ നമുക്കറിയാം, ബാഹുബലി പോലെ നിൽക്കുന്ന ഉറുമ്പിനെ കണ്ടില്ലേ അല്ലെ, വംശം. ഒന്നാമത്തെ ചാപ്റ്റർ ആണ്, മനോഹരമായിട്ടുള്ള കവിതയാണ് വംശം എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു ചിത്രം നോക്കിയാൽ നിങ്ങള്, ബാഹുബലി മറ്റേ വലിയ ഇതൊക്കെ എടുത്തിരിക്കുന്ന ബാഹുബലി പോലെ ഇല്ലേ അല്ലെ. അപ്പോ വംശം നമുക്കറിയാം. നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ എപ്പോഴും കാണുന്നതാണ് അല്ലെ, നമ്മുടെ വീട്ടിലും മുറ്റത്തൊക്കെ കാണുന്നതാണ് കുറെ ഉറുമ്പുകൾ. നിങ്ങൾ എപ്പോഴെങ്കിലും ഉറുമ്പുകളുടെ പ്രത്യേകതകൾ എന്താന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉറുമ്പുകളുടെ ഒരു സഞ്ചാരം എങ്ങനെയാണ്, ഉറുമ്പുകൾ എങ്ങനെയാണ് നടക്കുക, വരി വരിയായിട്ട് കുറെ ഉറുമ്പുകൾ ഒന്നിച്ച് വരി വരിയായിട്ട് ഒരു അസംബ്ലിയിലൊക്കെ പങ്കെടുക്കുന്ന പോലെ ആയിരിക്കും അല്ലെ നടക്കുക. അതോടൊപ്പം തന്നെ പിന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഉറുമ്പുകൾ എന്തെങ്കിലും ഒരു ഭക്ഷണ പദാർത്ഥം കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഭക്ഷണ സാധനം കിട്ടിക്കഴിഞ്ഞാൽ ഉറുമ്പ് എങ്ങനെ കൊണ്ടുപോവാ, എല്ലാവരും കൂടെ ഒന്നിച്ച് പിടിച്ചല്ലേ. ഈ മരമൊക്കെ കൊണ്ടുവന്ന പോലെ വല്ല തേങ്ങയുടെ കഷ്ണമോ അല്ലെങ്കിൽ വല്ല പഞ്ചസാര അല്ലെങ്കിൽ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതിങ്ങനെ ഭാരമുള്ള പിടിച്ചുകൊണ്ടോ അല്ലെ. ഒരു ഉറുമ്പ് മാത്രം അല്ലെങ്കിൽ ഒരു ഉറുമ്പിന് മാത്രം പൊക്കാൻ പറ്റാത്തതാണെങ്കിൽ എന്ത് ചെയ്യും, ബാക്കിയുള്ള ആൾക്കാർ കൂടെ വന്ന് അവരെല്ലാവരും കൂടെ എന്ത് ചെയ്യും, പൊക്കി കൊണ്ടുപോകും അല്ലെ. പിന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്, ഉറുമ്പിന്റെ ഒരു കാര്യം. ഒരു ഉറുമ്പ് ഇപ്പൊ എന്തെങ്കിലും ഒരു ഭക്ഷണ പദാർത്ഥം കണ്ടു എന്ന് വിചാരിക്കുക. അപ്പൊ എന്ത് ചെയ്യും, ആ ഉറുമ്പ് പോയിട്ടും അവരുടെ കൂട്ടാളികളുടെ അല്ലെ, അവരുടെ കൂടെയുള്ള മറ്റു ഉറുമ്പുകളെ കൂടെ എന്ത് ചെയ്യാറുണ്ട്, വിളിച്ചു കൊണ്ടുവരാറുണ്ട് അല്ലെ. അപ്പൊ ഉറുമ്പുകൾ എന്ന് പറയുന്ന ജീവി വളരെയേറെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രത്യേകതകൾ അല്ലെങ്കിൽ അവർക്കുള്ള ഐക്യവും അവരുടെ ഒത്തൊരുമയും അവരുടെ അധ്വാനശീലവും ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ കാര്യങ്ങളൊക്കെ നമ്മൾ മനുഷ്യർ എന്ത് ചെയ്യേണ്ടതുണ്ട്, കണ്ടു പഠിക്കേണ്ടതുണ്ട് അല്ലെ. അങ്ങനെ ഉറുമ്പുകളെ കുറിച്ചും ഉറുമ്പുകളുടെ വംശത്തെക്കുറിച്ചും അതോടൊപ്പം അവരുടെ അധ്വാനശീലത്തെക്കുറിച്ചും ഒക്കെയും പറയുന്ന പാഠഭാഗമാണ് വിജയലക്ഷ്മിയുടെ വംശം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇങ്ങനെ ഓർമ്മിച്ചാൽ മതി, നമ്മൾ എപ്പോഴും കാണുന്ന ഉറുമ്പിനെ അല്ലെ, നമ്മൾ കാണുന്നത് പോലെ വിജയലക്ഷ്മി എന്ത് ചെയ്യാണ്, നമ്മുടെ എഴുത്തുകാരി ഒരു ദിവസം രാവിലെ പ്രഭാതത്തിലെ അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കാൻ പോയ സമയത്ത് ഒരു ഉറുമ്പിനെ കാണുകയാണ് അല്ലെ. ഒരു ഉറുമ്പിനെ കാണുമ്പോൾ ആ നമ്മുടെ കവയത്രിയുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളാണ് ഈ ഒരു കവിത എന്ന് പറയുന്നത്. പക്ഷേ ഉറുമ്പിനെ മാത്രമല്ല, ഉറുമ്പിലൂടെ അല്ലെങ്കിൽ ഉറുമ്പിനെ മുൻനിർത്തിക്കൊണ്ട് നമ്മുടെ സമൂഹത്തിന്റെ സങ്കീർണമായ കുറേയേറെ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, കവിത നമ്മളോട് പറഞ്ഞു വെക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ തന്നെ എന്ത് ചെയ്യാൻ നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക. നമ്മുടെ വിജയലക്ഷ്മി അടുക്കളയിലേക്ക് പോയി, കവയത്രി അടുക്കളയിൽ എത്തി. അപ്പൊ എന്ത് ചെയ്യാണ്, ഒരു ഉറുമ്പിനെ കാണുകയാണ് അല്ലെ. എന്താ, ഒരു തേങ്ങാത്തരി എടുത്തു പോകുന്ന ഒരു ഉറുമ്പിനെ കണ്ടപ്പോ കവയത്രിയുടെ മനസ്സിൽ തോന്നിയ രീതിയിൽ എന്ത് ചെയ്താൽ മതി, നിങ്ങള് കാര്യങ്ങൾ വായിച്ചെടുത്താൽ മതി. ഓക്കെ, സെറ്റാണെന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കവിത ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പോകാം. എളുപ്പമുള്ളതായിരിക്കും, നിങ്ങൾ പഠിച്ചതായിരിക്കും. ഓക്കെ, നോക്കിയേ. പാരം വിശപ്പാൽ കുഴങ്ങും ഉറുമ്പൊന്ന് പ്രാതലിലെത്തി അടുപ്പുമുക്കിൽ, പാതകത്തിന്മേൽ തെറിച്ച തേങ്ങാത്തരി പൂവ് പോൽ കൊമ്പിലെടുത്തുയർത്തി പോവുകയാണ് 6 കാലുകൾ ചന്തമായി താളത്തിൽ വച്ച് തിരക്ക് കൂട്ടി അല്ലെ. നമുക്ക് എന്ത് ചെയ്യാം, ഈ കവിത ഒന്ന് പെട്ടെന്ന് പറഞ്ഞു, നിങ്ങൾ പഠിച്ചതായിരിക്കും ഓൾറെഡി, എന്നാലും നിങ്ങളൊന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി എന്ത് ചെയ്യാം, സാർ ഒന്ന് പെട്ടെന്ന് പറയാം. നോക്കിയേ എന്താ, പാരം വിശപ്പാൽ കുഴങ്ങും ഉറുമ്പൊന്ന് അല്ലെ. എന്താ, പാരം ധാരാളം വിശപ്പായിട്ട് കുഴങ്ങുന്ന അല്ലെ, ഇങ്ങനെ വിശപ്പായിട്ട് ഇങ്ങനെ നടക്കുന്ന ഒരു ഉറുമ്പിന് എന്ത് ചെയ്യാണ്, നമ്മുടെ കവയത്രി കാണുകയാണ് അല്ലെ. എന്താ, പ്രാതലിനെത്തി അടുപ്പുമുക്കിൽ. പ്രാതൽ അല്ലെ, പ്രാതൽ ഭക്ഷണമാണ്, ഭക്ഷണം കഴിക്കുന്ന നേരത്തിനാണ് നമ്മൾ പ്രാതൽ എന്ന് വിളിക്കുക അല്ലെ. ആ പ്രാതലിലെത്തി അടുപ്പുമുക്കിൽ, അടുപ്പിന്റെ അടുത്ത്. എന്താ, ഭക്ഷണമൊക്കെ പാകം ചെയ്യുന്ന അടുപ്പിന്റെ അടുത്ത് എന്ത് ചെയ്യാണ്, നമ്മുടെ ഉറുമ്പ് എത്തുകയാണ് അല്ലെ. ഭയങ്കര വിശപ്പായിട്ട് ഇങ്ങനെ കുഴങ്ങി മറിഞ്ഞൊക്കെ നടന്നെന്ത് ചെയ്യാണ്, നമ്മുടെ അടുപ്പിന്റെ അടുത്ത് എന്ത് ചെയ്യാണ്, ഉറുമ്പ് എത്തുകയാണ്. പിന്നെയോ, പാതകത്തിന്മേൽ തെറിച്ച തേങ്ങാത്തരി പൂവ് പോൽ
കൊമ്പിലെടുത്തുയർത്തി. അല്ലെ, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. എന്താ? പാതകത്തിന്മേൽ, പാതകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അടുപ്പിന്റെ തിണ്ണാന്നൊക്കെ പറയൂലേ, അടുപ്പിന്റെ തൊട്ടടുത്തുള്ള സ്ഥലം, ആ സ്ഥലത്ത് വീണ ഒരു തേങ്ങാത്തരി, അല്ലെ, ഒരു തേങ്ങയുടെ തരി പൂവ് പോൽ കൊമ്പിലെടുത്ത്, അല്ലെ, പൂവ് പോലുള്ള ഉറുമ്പിന്റെ കൊമ്പിൽ പിടിച്ച്, അല്ലെ, നമ്മൾ നേരത്തെ കണ്ടതുപോലെ, ഈ ചിത്രത്തിൽ കണ്ടതുപോലെ ബാഹുബലി എന്ന് പറയുന്ന പോലെ എന്തിയാണ്, ആ തേങ്ങാത്തരി ഇതുപോലെ ഉറുമ്പ് എന്തിയാണ്, തന്റെ പൂവ് പോലുള്ള കൊമ്പിൽ എടുത്തുയർത്തി. പിന്നെ നോക്കിയേ, എന്താ പറയുന്നേ? പൂവ് പോൽ കൊമ്പിൽ എടുത്തുയർത്തി പോവുകയാണ് 6 കാലുകൾ ചന്തമായി. അല്ലെ, 6 കാലുകൾ ചന്തമായിട്ട് എന്തിയാണ്, ആ തേങ്ങാത്തരി എടുത്ത് പോവുകയാണ്. വേണമെങ്കിൽ ഇവിടെ ഒരു ചിത്രം വരയ്ക്കാം. 2 കാല്, 2 കൊമ്പ്. ഓക്കെ സാർ, 1 2 3 4 5 6. ഓക്കെ, തേങ്ങാത്തരി. ഓക്കെ, സെറ്റ്. ഇങ്ങനെ എന്തിയാണ്, ഉറുമ്പ് പോവുകയാണ്. അല്ലെ, ആ കാഴ്ച കാണുകയാണ് നമ്മുടെ കവയത്രി, ആ കാഴ്ച കാണുകയാണ്. അല്ലെ, ഒരു ഉറുമ്പ് ഇങ്ങനെ വിശന്ന് വലഞ്ഞു നടന്ന ഉറുമ്പ് എന്തിയാണ്, ഒരു തേങ്ങാത്തരി എടുത്തപ്പോൾ അത് പൂ പോലുള്ള കൊമ്പിൽ എടുത്തുയർത്തി പോവുകയാണ്. അല്ലെ, പിന്നെയോ 6 കാലുകൾ ചന്തമായി. അല്ലെ, വെറുതെ നടക്കുകയല്ല, കവയത്രിയുടെ മനസ്സിൽ തോന്നുകയാണ് എന്താ, ചന്തമായി താളത്തിൽ വച്ച് തിരക്ക് കൂട്ടി. അല്ലെ, ഇത് കിട്ടിയപ്പോ എന്താ, വെറുതെ ആ 6 കാലുകളും വെറുതെ നടക്കുകയല്ല ചെയ്യുന്നത്, താളത്തിൽ, ഒരു താളമുണ്ട്, ആ താളത്തിൽ ചന്തമായി എന്താ, തിരക്ക് കൂട്ടി പോവാൻ തിടുക്കപ്പെടുകയാണ് നമ്മുടെ ഉറുമ്പ് പറയുന്നത്, ഉറുമ്പ്. പിന്നെയോ പേമഴക്കാലത്ത് സ്വാദുവാം ഇത്തിരി സോദർക്കൊത്ത് ആസ്വദിക്കാനല്ലോ. അല്ലെ, എന്താ, എന്തിനു വേണ്ടിയിട്ടാ തിരക്ക് കൂട്ടി ഇങ്ങനെ ഉറുമ്പ് പോകുന്നത്, അല്ലെങ്കിൽ ഉറുമ്പ് തിരക്ക് കൂട്ടി തേങ്ങാത്താരി എടുത്ത് പോകുന്നത് എന്തിനു വേണ്ടിയിട്ടാ? എന്താ, പേമഴക്കാലത്ത് എന്താ, സ്വാദുവാം ഇത്തിരി. അല്ലെ, എന്താ, പേമഴക്കാലം, മഴക്കാലം ആകുമ്പോൾ ഉറുമ്പുകൾക്ക് എന്ത് ചെയ്യില്ല, അത്രയേറെ ഭക്ഷണമൊന്നും കിട്ടില്ല. അല്ലെ, അപ്പൊ ആ പേമഴക്കാലത്ത് സ്വാദുള്ള ഇത്തിരി ഭക്ഷണം ആർക്കൊപ്പം ആസ്വദിക്കാനാ? സോദർക്കൊപ്പം ആസ്വദിക്കാൻ. സോദർ എന്ന് പറഞ്ഞാരാ? ആ ഉറുമ്പിന്റെ കൂട്ടർ, അല്ലെ, ഉറുമ്പിന്റെ കൂട്ടുകാർ, അല്ലെങ്കിൽ ഉറുമ്പിന്റെ കൂടെ ജീവിക്കുന്ന മറ്റു ഉറുമ്പുകളുടെ കൂടെ ആസ്വദിക്കാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ തിരക്ക് കൂട്ടി ഉറുമ്പ് പോകാൻ തിടുക്കപ്പെടുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഇവിടുത്തെ ഒരു പോയിന്റ്, ഉറുമ്പിന് ഒരു തരി ഭക്ഷണ പദാർത്ഥം കിട്ടിയപ്പോൾ അതെന്ത് ചെയ്യില്ല, സ്വയം കഴിക്കാതെ മറ്റുള്ളവർക്ക് കൂടെ ഉപകാരപ്പെടണം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വിശപ്പ് കൂടെ അടങ്ങണം, തൻ്റെ കൂടെയുള്ളവർക്കും എന്ത് വേണം, ഭക്ഷണം വേണം എന്ന് ചിന്തിക്കുന്ന ഒരു ഉറുമ്പിന്റെ ചിത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു കാഴ്ചയിൽ കാണാൻ വേണ്ടി സാധിക്കും. പിന്നെ അടുത്ത എണ്ണമിനുങ്ങും. ഇനി ഉറുമ്പിന്റെ ഭംഗിയെ വർണ്ണിക്കുകയാണെ, എണ്ണമിനുങ്ങും മുഖത്തെന്തു ഗൗരവം, എള്ളുടൽക്കെന്തൊരു സൗകുമാര്യം. അല്ലെ, അപ്പൊ പറയാണ് വലിയ ഭാരമൊക്കെ എടുത്ത് പോവല്ലേ, വലിയ തേങ്ങാ കട്ടിയൊക്കെ അല്ലെങ്കിൽ തേങ്ങയുടെ തരിയൊക്കെ എടുത്ത് പോവല്ലേ, അപ്പോ ആ മുഖത്ത് എന്തൊരു ഗൗരവം. അപ്പൊ കവയത്രി പറയാണ് എന്താ, ആ മുഖത്ത് എന്തൊരു ഗൗരവമാണ്. അല്ലെ, കുറച്ച് ഗൗരവമൊക്കെ ആവാം, കാരണം എന്താ, അത്രയും വലിയൊരു സാധനം എടുത്തല്ലേ നടക്കുന്നത്. അപ്പൊ മുഖത്ത് എന്തൊരു ഗൗരവം. പിന്നെയോ എള്ളുടൽക്ക് എന്തൊരു സൗകുമാര്യം. എള്ള് നിങ്ങൾ കണ്ടിട്ടുണ്ടോ, എള്ള് കണ്ടിട്ടുണ്ടോ, ചെറിയ കറുപ്പ്, ആ എള്ള് പോലുള്ള കറുത്ത ഉടൽ എന്ന് പറഞ്ഞാൽ ശരീരത്തിന് എന്തൊരു സൗകുമാര്യം, സൗന്ദര്യമാണ് എന്ന് കവയത്രി പറയുകയാണ്. ഇത്രയും ഭാഗം ഓക്കെ അല്ലേ, സെറ്റാണെന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ഭാഗത്തിലേക്ക് പോകാം. ഓക്കെ, നോക്കിയേ. പിന്നെ ഇത്തിരി പോന്നൊരു ഇടുപ്പിതിൻ ചാരുത മറ്റാർക്കുമില്ലിങ്ങു കണ്ടതുള്ളൂ. അല്ലെ, പിന്നെ പറയാണ് എന്താ, ഉറുമ്പിന്റെ ഭംഗിയെ കുറിച്ച് പറയാണത്. ഇത്തിരി പോന്നൊരു ഇടുപ്പിതിൻ, ഇടുപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഭാഗം, ഈ ഭാഗം, ഓക്കെ, നമ്മൾ പറയുന്നത് നല്ല സ്ട്രക്ചർ എന്നൊക്കെ പറയൂലേ, ഈ ഒരു ഭാഗം, ആ ഇടുപ്പ്, അല്ലെ, ഉറുമ്പിന്റെ ഇടുപ്പ്, ഇത്തിരി പോന്നൊരു ഇടുപ്പിതിൻ ചാരുത മറ്റാർക്കും മില്ലിങ് കണ്ടതുള്ളൂ. അല്ലെ, ആ ഒരു ശരീരത്തിന്റെ ആ ഒരു വടിവ്, അല്ലെങ്കിൽ ആ ശരീരത്തിന്റെ ഒരു ഭംഗി മറ്റാർക്കും ഇല്ല എന്ന് പറയുകയാണ് കവയത്രി ഇത് കണ്ടപ്പോ. പിന്നെയോ ഇത്രയ്ക്കൊതുങ്ങിയ അധ്വാനശീലവും നൃത്തച്ചുവടും കൊണ്ടായിരുന്നു. അല്ലെ, അങ്ങനെ ഒരു ശരീരം, അല്ലെ, വടിവൊത്ത ഒരു ശരീരം നിനക്ക് കിട്ടാനുള്ള കാരണം എന്താ, നിന്റെ അധ്വാനശീലവും നൃത്ത ചുവടുകളും കൊണ്ടായിരുന്നു എന്ന് ചോദിക്കുകയാണ്. അല്ലെ, അപ്പൊ നമുക്കറിയാം ഉറുമ്പുകൾ എപ്പോഴെങ്കിലും ഇങ്ങനെ വെറുതെ ഇരുന്ന് മറ്റേ ഉറങ്ങുന്നൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല, എപ്പോഴും ഉറുമ്പ് എന്ത് ചെയ്യും, അധ്വാനിച്ചുകൊണ്ടേയിരിക്കും. അല്ലെ, എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കും, ഓടിപ്പാഞ്ഞുകൊണ്ടിരിക്കും. അല്ലെ, അപ്പൊ ആ ഉറുമ്പിന്റെ ആ ഒരു ശരീര ഭംഗി കിട്ടാനുള്ള കാരണം എപ്പോഴും നീ അധ്വാനിക്കുന്നത് കൊണ്ടാണോ, അല്ലെങ്കിൽ നിന്റെ നൃത്ത ചുവടുകൾ കൊണ്ടാണോ എന്ന് കവയത്രി എന്തിയാണ് ചോദിക്കുകയാണ്. പിന്നെയോ
ദാരുവിൽ നിന്നെ പകർത്തേണമെന്നെന്റെ വേരുദാഹിച്ചിതാ നോക്കി നിൽപ്പു. ദാരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരത്തിന്റെ തടി എന്ന് ഓർമ്മിച്ചാൽ മതി, മരം എന്ന് ഓർമ്മിച്ചാൽ മതി. ആ മരത്തിൽ നിന്നെ കൊത്തിയെടുക്കാൻ, അല്ലെ, നിന്റെ ആ ഭംഗിയെ കൊത്തിയെടുക്കാൻ എനിക്ക് എന്ത് ചെയ്യാണ്, എനിക്ക് ആഗ്രഹം തോന്നുകയാണ്. അത്രയേറെ എന്ത് ചെയ്യുന്നുണ്ട്, ഉറുമ്പിനെ കണ്ടപ്പോ ഉറുമ്പിന് ഭംഗി നമ്മുടെ കവയത്രിക്ക് തോന്നുകയാണ്. പിന്നെയോ വേലയെടുത്തേ മരിച്ചു പോകും പാവമേ നിന്നെ തുടച്ചു നീക്കുന്നതും പാപമെന്നോർത്തെ മടിച്ചു നിൽപ്പൂ. അല്ലെ, പിന്നെന്താ പറയുന്നത്, വേലയെടുത്തേ, വേല ജോലി, അല്ലെ, ഇങ്ങനെ വിശ്രമമില്ലാതെ ജോലി. അതിനു മുമ്പ് ഒരു വരികളുണ്ട്, അത് നമ്മൾ വിട്ടുപോയി. നോക്കിയേ എന്താ, രാവു പകൽ സന്ധ്യയിൽ ഉഷസ്സില്ലാതെ വേലയെടുത്തേ മരിച്ചു പോവും പാവമേ. എന്താ, രാവ് രാത്രി, പകൽ സന്ധ്യ, ഉഷസ് പ്രഭാതം. അങ്ങനെ രാവിലെ എന്നോ അല്ലെങ്കിൽ പകലെന്നോ രാത്രി എന്നോ വിശ്രമമില്ലാതെ അധ്വാനിക്കുന്ന, വേലയെടുക്കുക, ജോലി ചെയ്യുക, അധ്വാനിക്കുക, അല്ലെ. അപ്പൊ വേല ചെയ്യുന്ന, ജോലി ചെയ്യുന്ന നീ എന്ത് ചെയ്യും, മരിച്ചു പോകും. ഇങ്ങനെ അധ്വാനിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ വിശ്രമമില്ലാതെ പകലന്തിയോളം അധ്വാനിച്ചു കഴിഞ്ഞാൽ എന്ന് എന്ത് ചെയ്യാണ് കവയത്രി പറയുകയാണ്. പിന്നെയോ നിന്നെ തുടച്ചു നീക്കുന്നതും പാപമെന്നോർത്തെ മടിച്ചു നിൽപ്പു. അങ്ങനെ അധ്വാനിക്കുന്ന, അല്ലെ, തന്റെ കൂട്ടർക്ക്, തന്റെ സോദർക്ക് ഭക്ഷണം എത്തിക്കാൻ തിടുക്കപ്പെടുന്ന തന്നെ തുടച്ചു നീക്കാൻ എന്താ, ഞാൻ മടി കാണിക്കുകയാണ്, എൻ്റെ മനസ്സ് എന്ത് ചെയ്യുന്നില്ല, സമ്മതിക്കുന്നില്ല. നമ്മളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും, ഉറുമ്പ് കടിച്ചാൽ നമ്മളിങ്ങനെ ഇങ്ങനെ അങ്ങനെ ചെയ്യാം, അല്ലെ, ഇതിനിങ്ങനെ ക്രൂരമായിട്ട് കൊന്നുകളയല്ലേ ചെയ്യുക, അല്ലെ. അപ്പൊ എന്താ കവയത്രി പറയാണ്, എന്താ, ഇങ്ങനെ അധ്വാനിക്കുന്ന നിന്നെ തുടച്ചു നീക്കാൻ എനിക്ക് എന്ത് ചെയ്യുന്നില്ല, എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല എന്ന് എന്ത് ചെയ്യാണ് കവയത്രി പറയുകയാണ്. പിന്നെ അവസാന ഭാഗം നോക്കിയേ, നീ ജനൽ മെല്ലെ കടന്ന് മുറ്റത്തുള്ള പൂവാങ്കുരുനില കാടു ചുറ്റി വൻമല പോലെ വഴിമുടക്കാൻ നിന്ന വെള്ളാരം കല്ലിന്റെ ചോടുപറ്റി നീല കീഴാനെല്ലി മുക്കുറ്റി പൂക്കുന്ന മൂലയ്ക്ക് മൺകൂന കോട്ട പറ്റി ആകെ തിരക്കിട്ടകത്തേക്ക് പോകയാണ് ആയാസമില്ലാത്ത ചുമട്ടുകാരി. ചുമട്ടുകാരി എന്ന് പറയുകയാണ് അവസാന ഭാഗത്ത്. എന്താ, അപ്പൊ ഉറുമ്പ ഭക്ഷണമായിട്ട് എന്ത് ചെയ്യാണ്, പോവുകയാണ്. ആ കാഴ്ച ഇങ്ങനെ ദൂരെ നിന്ന് കവയത്രി കാണാണ്, ദൂരെ എന്നല്ല കുറച്ച് അടുത്തുനിന്ന് കാണാണ്. എന്താ, നീ ജനൽ മെല്ലെ കടന്നു, അല്ലെ, ആ വീടിന്റെ ജനൽ മെല്ലെ കടന്ന് മുറ്റത്തുള്ള പൂവാങ്കുരുനില കാടു ചുറ്റി, അല്ലെ, പൂവാങ്കുരുനില ചെടിയാണ്, ചെടിയുടെ കാട് ചുറ്റി വൻമല പോലെ വഴിമുടക്കാൻ നിന്ന വെള്ളാരം കല്ലിന്റെ, അല്ലെ, നമുക്കറിയാം കുഞ്ഞൊരു വെള്ളാരം കല്ല്, കുഞ്ഞു കല്ലെന്തായിരിക്കും, ഉറുമ്പിനെന്തായിരിക്കും, വലിയ വൻമലയായിരിക്കും, അല്ലെ. അപ്പൊ ആ വൻമല, വെള്ളാരം കല്ലിന്റെ ആ വൻമല പോലെ വഴിമുടക്കാൻ വെള്ളാരം കല്ലിന്റെ ചോട് പറ്റി നീല കീഴാർനെല്ലിയും മുക്കുറ്റിയൊക്കെ എന്താണ്, ചെടിയും പൂക്കളൊക്കെയാണ്. അപ്പൊ മുക്കുറ്റി പൂക്കുന്ന മൂലയ്ക്ക് മൺകൂനക്കോട്ട, അല്ലെ, ഉറുമ്പിന്റെ കോട്ട, ഉറുമ്പ് താമസിക്കുന്ന കോട്ട, മൺകൂനക്കോട്ട പറ്റി ആകെ തിരക്കിട്ടകത്തേക്ക് ആയാസമില്ലാത്ത ചുമട്ടുകാരി എന്ന് പറഞ്ഞാൽ എന്താ, ചുമടെടുക്കുന്ന ആളെയല്ല നമ്മൾ ചുമട്ടുകാരി എന്നൊക്കെ പറയാം. ആ ചുമട്ടുകാരി എന്തിയാണ്, ആ തേങ്ങയുടെ തരിയുമായിട്ട് തൻ്റെ കൂട്ടർക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി എന്ത് ചെയ്യാണ്, തിരക്കിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ വിജയലക്ഷ്മിയുടെ വംശം എന്ന് പറയുന്ന കവിത. ഓക്കെ, ഇവിടെ നമ്മൾ ഓർമ്മിക്കേണ്ട പോയിന്റ്സുകളാണ്. ഒന്ന്, ഉറുമ്പിന്റെ അധ്വാനശീലം, അതോടൊപ്പം തന്നെ ഉറുമ്പിനെ പോലെ പകലന്തിയോളം അധ്വാനിക്കുന്ന മനുഷ്യരെ, അല്ലെ, ഒരു വംശത്തെ എന്ത് ചെയ്യുന്നുണ്ട് ഈ കവിത പ്രതിനിധാനം ചെയ്യുന്നുണ്ട്. അവർ അനുഭവിക്കുന്ന ദുരിതങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ കവിത കാട്ടിത്തരുന്നുണ്ട്. അവർ കുടുംബത്തെ പോറ്റാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അവർ ചെയ്യുന്ന പ്രവൃത്തികൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ കവിത സൂചിപ്പിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളെ ഓക്കെയാണ്, സെറ്റാണെന്ന് വിചാരിക്കുന്നു, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഓക്കെ, എടാ, ഈ ഒരു ചോദ്യം, ശീർഷകത്തിന്റെ ഔചിത്യം എന്ന് പറയുന്ന ഒരു ചോദ്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പല ചോദ്യങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലെ പോയിന്റ്സുകളെ ഉൾപ്പെടുത്താൻ വേണ്ടി സാധിക്കും. നോക്കിയേ, വിജയലക്ഷ്മിയുടെ വംശം എന്ന കവിതയിൽ ഉറുമ്പ് എന്ന ജീവിയെ കേന്ദ്രബിംബമാക്കി ഒരു വംശത്തിന്റെ സവിശേഷതകളെ അനാവരണം ചെയ്യുന്നു. വംശം എന്ന പദത്തിന് ജന്തുവർഗ ചരിത്രത്തോളം തന്നെ പഴക്കമുണ്ട്. കുടുംബം, ശ്രദ്ധിക്കണേ, കുടുംബം, ഗോത്രം, ജാതി എന്നീ വാക്കുകൾ ഉൾക്കൊള്ളുന്ന അർത്ഥവിശേഷണങ്ങളെല്ലാം ഈ പദത്തിന് ഉണ്ട്. നമ്മുടെ വംശം എന്ന് പറയുന്ന പദത്തിന്റെ പ്രത്യേകതകളാണ് പറയുന്നത്. വംശത്തെ പ്രതിനിധാനം ചെയ്യുന്ന ബിംബം എന്ന നിലയിലാണ് ഈ കവിതയിൽ ഉറുമ്പ് കടന്നു വരുന്നത്. പിന്നെയോ കവിതയിൽ ഉറുമ്പിന്റെ വംശത്തെ വ്യക്തമായി ചിത്രീകരിക്കുകയും അതിലൂടെ മനുഷ്യവംശത്തെക്കുറിച്ചുള്ള, ശ്രദ്ധിക്കണേ, മനുഷ്യവംശത്തെക്കുറിച്ചുള്ള ചില സുപ്രധാന ആശയങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യുന്നു. അല്ലെ, നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവും ഇപ്പോ. പിന്നെയോ ഉറുമ്പിന്റെ അധ്വാനശീലം, നമ്മൾ പറഞ്ഞ പോയിന്റ്, ഉറുമ്പിന്റെ അധ്വാനശീലം, കൂട്ടായ്മ, അതിജീവനത്തിനായുള്ള പോരാട്ടം തുടങ്ങിയവയെല്ലാം
മനുഷ്യവംശത്തിനും ബാധകമായ ആശയങ്ങളാണ്. അല്ലെ, ഉറുമ്പിന്റെ ആ ഒരു ഒത്തൊരുമ, കൂട്ടായ്മ, അധ്വാനശീലം, അല്ലെ, അതിജീവനത്തിനുള്ള ആ ഒരു തിടുക്കപ്പാട്, ഇതൊക്കെ എന്താണ്, മനുഷ്യകുലത്തിനും ബാധകമായിട്ടുള്ളതാണെന്ന് പറയുകയാണ്. പിന്നെയോ ഈ ആശയങ്ങൾ വ്യക്തമായി അവതരിപ്പിക്കാൻ വംശം എന്ന ശീർഷകം കവിതയെ സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ വംശം എന്ന് പറയുന്ന ഈ ഒരു തലക്കെട്ട്, ഈ ഒരു ശീർഷകം കവിതയ്ക്ക് ഉത്തമമാണ് എന്ന രീതിയിൽ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. ഇനി നോക്കിയേ, ഇനി ഒരു ചോദ്യം നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. എന്താ, 2 മാർക്കിന് ചോദിക്കാം. എണ്ണമിനുങ്ങും മുഖത്തെന്തു ഗൗരവം, എള്ളുടൽക്കെന്തൊരു സൗകുമാര്യം. നമ്മൾ പറഞ്ഞ പോയിന്റ് ആണ് അല്ലെ. പിന്നെയോ ദാരുവിൽ നിന്നെ പകർത്തേണമെന്നെന്റെ വേരു ദാഹിച്ചിതാ നോക്കി നിൽപ്പൂ. ഉറുമ്പിന്റെ പ്രവൃത്തി ജീവിത മാതൃകയാക്കാം എന്ന് കവിക്ക് തോന്നിയത് എന്തുകൊണ്ടാവാം? നിങ്ങളുടെ അഭിപ്രായം സമർത്ഥിക്കുക, ഓർത്ത് വെക്കുക. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്, ഓർത്ത് വെക്കുക. നമുക്ക് നോക്കാം ഇതിന്റെ ഉത്തരം. നോക്കിയേ, ഇവിടെ എണ്ണമിനുങ്ങുന്ന മുഖത്തോടെ എള്ളിനെ പോലെ, അല്ലെ, എള്ള് നമുക്കറിയാം കറുപ്പാണ് അല്ലെ, എള്ളിനെ പോലും തോൽപ്പിക്കുന്ന ശരീര സൗന്ദര്യത്തോടെ സഞ്ചരിക്കുന്ന ഉറുമ്പിനെ കാണുമ്പോൾ ദാരുവിൽ, ദാരു എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു മരം അല്ലെ, ആ ദാരുവിൽ പകർത്തേണമെന്ന് എന്റെ വേര് ദാഹിച്ചു നിൽക്കുന്നതായി കവിയത്രിക്ക് തോന്നുന്നു. ഇവിടെ ഉറുമ്പിന്റെ പ്രവൃത്തിയെ ജീവിത മാതൃകയാക്കാം എന്നാണ് എഴുത്തുകാരി പറയുന്നത്. രാത്രിയെന്നോ പകലെന്നോ സന്ധ്യയെന്നോ പ്രഭാതമെന്നോ കണക്കാക്കാതെ ജോലി ചെയ്ത് ജീവിതം അവസാനിപ്പിക്കുന്നതാണ് ഉറുമ്പുകൾ അല്ലെ. എപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അതിന്റെ പ്രവൃത്തി ആരെയും അതിശയിപ്പിക്കുന്നതും ആകർഷിക്കുന്നതുമാണ്. ഓരോരുത്തരും അവനവനിലേക്ക് ചുരുങ്ങി അവൻ്റെതായ കർമ്മങ്ങൾ പോലും ചെയ്യാതിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അല്ലെ, നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നമ്മുടെ കർമ്മങ്ങൾ, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ പോലും ചെയ്യാതിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഉറുമ്പിന്റെ ജീവിതത്തെ മാതൃകയാക്കാം എന്നാണ് കവയിത്രി വ്യക്തമാക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കണേ. പിന്നെയോ വ്യവസായവൽകൃത ലോകത്ത് അതിന്റെ സുഖങ്ങൾ ആസ്വദിക്കുന്നതോടൊപ്പം തന്റെ പ്രവൃത്തി കൂടി മറന്നു പോകുന്ന പുതിയ ലോകം ഉറുമ്പിന്റെ അധ്വാനശീലവും കരുത്തും എന്ത് ചെയ്യണം, തിരിച്ചറിയേണ്ടതുണ്ട്. തൻ്റെതായി വ്യക്തിത്വം നിലനിർത്തുന്ന ഉറുമ്പ് മറ്റാരെയും ആകർഷിക്കുന്ന സ്വഭാവ ഗുണത്താൽ പാരിടമെങ്ങും നിറഞ്ഞു നിൽക്കും എന്നുള്ളതിൽ സംശയമില്ല അല്ലെ. നമ്മൾ ഇന്നത്തെ കാലത്ത് നമുക്കറിയാം, ഇന്ന് നമുക്ക് പകരം എല്ലാം എന്ത് ചെയ്യാണ്, എല്ലാം ഈ മെഷീൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടം എന്നാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലെ. ഇപ്പൊ എന്താ, AI കൂടെ വന്ന സമയത്ത് നമുക്ക് വേണ്ടിയൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി, മെഷീൻസ്, റോബോട്ടുകൾ ചെയ്യാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ ഒരു കാലത്ത് നമ്മൾ മറന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ അധ്വാനശീലം, നമ്മുടെ കർമ്മങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഉറുമ്പുകളിലൂടെ കവയത്രി നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുള്ള കാര്യം എന്ത് ചെയ്യാം, ഓർത്ത് വെക്കുക. ഇനി ഒരു ചോദ്യം നോക്കിയേ, ഈ കവിതയിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യത ഉള്ളത്, ഉറുമ്പ് എങ്ങനെയാണ് അധ്വാനശീലത്തെ അല്ലെങ്കിൽ മനുഷ്യകുലത്തിന് മാതൃകയായിട്ട് മാറുന്നത്? ഒരു കുറിപ്പ് തയ്യാറാക്കുക എന്നിട്ട് എന്ത് ചെയ്യാം, ചോദ്യം പ്രതീക്ഷിക്കാം. പിന്നെ നമുക്ക് സാധ്യത ഉള്ളത് കവിതയിലെ വരികൾ ചോദിച്ചിട്ട് എന്ത് ചെയ്യാം, അതിന് ആൻസർ എഴുതാൻ വേണ്ടിയിട്ടായിരിക്കും. അടുത്തൊരു ചോദ്യം നോക്കിയേ, എന്താ, രാവു പകൽ സന്ധ്യയുഷസില്ലാതെ വേലയെടുത്തേ മരിച്ചു പോകും പാവമേ, നിന്നെ തുടച്ചു നീക്കുന്നതും പാപമെന്നോർത്തെ മടിച്ച് നിൽപ്പൂ അല്ലെ. ഇതൊരു ഇമ്പോർട്ടന്റ് വരികളാണ്. ഉറുമ്പുകളോടുള്ള കവിയുടെ കരുതലും അനുതാപവും നമുക്ക് നൽകുന്ന തിരിച്ചറിവുകൾ എന്തെല്ലാമാണ് പരിശോധിക്കുക. ഇമ്പോർട്ടന്റ് ആണ്, ഓർത്ത് വെക്കുക, ഒരു ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. ഓക്കെ, ശ്രദ്ധിക്കാം. ഉറുമ്പുകളുടെ ജീവിതം നിരന്തരമായ അധ്വാനത്തിൻ്റെതാണ് അല്ലെ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഉറുമ്പുകൾ എപ്പോഴും വിശ്രമിക്കുന്നത്, ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും അല്ലെ, ടീമായിട്ടും ഒറ്റയ്ക്കും ഓടി നടന്നുകൊണ്ടിരിക്കുന്ന ആളല്ലേ. അപ്പൊ ഉറുമ്പുകളുടെ ജീവിതം നിരന്തരമായ അധ്വാനത്തിൻ്റെത് ആണ്. വിശ്രമമില്ലാതെ, രാപ്പകൽ ഭേദമില്ലാതെ അവർ പണിയെടുക്കുന്നു. ഈ കഴിവിനെ പ്രശംസിക്കുന്നതിനോടൊപ്പം തന്നെ നിരന്തരമായി അധ്വാനിച്ചാൽ ഉറുമ്പ് മരിച്ചു പോകുമെന്ന് കവി ഭയപ്പെടുകയും ചെയ്യുന്നു. അല്ലെങ്കിൽ വിശ്രമമില്ലാണ്ട് അധ്വാനിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഉറുമ്പ് മരിച്ചു പോകുമോ അല്ലെങ്കിൽ മരിച്ചു പോകുമെന്ന് ഭയപ്പെടുകയും എന്താണ് കവി ചെയ്യുകയാണെങ്കിൽ കവി ഭയപ്പെടുകയുമാണ്. പിന്നെയോ ഉറുമ്പുകളുടെ അവസ്ഥ സമൂഹത്തിൽ അവഗണിക്കപ്പെടുകയും ചൂഷണം ചെയ്യപ്പെടുകയും ചെയ്യുന്ന നിസ്സഹായരായ വംശങ്ങളുടെ അവസ്ഥയെ പ്രതിഫലിപ്പിക്കുന്നു. ഇതേ ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിച്ചോ, ഇമ്പോർട്ടന്റ് ആണ്. എന്താ, ഉറുമ്പുകളുടെ അവസ്ഥ ശ്രദ്ധിക്കണം. ഉറുമ്പുകളുടെ അവസ്ഥ സമൂഹത്തിൽ അവഗണിക്കപ്പെടുകയും ചൂഷണം ചെയ്യപ്പെടുകയും ചെയ്യുന്ന
നിസ്സഹായരായ വംശങ്ങളുടെ അവസ്ഥയെ പ്രതിഫലിപ്പിക്കുന്നു. നമ്മുടെ ചുറ്റിലും കുറെ ആളുകളുണ്ട് അല്ലെ, കഠിനമായി അധ്വാനിച്ചിട്ടും സമൂഹം മാറ്റി നിർത്തുന്ന അല്ലെങ്കിൽ സമൂഹത്തിന്റെ കുറ്റപ്പെടുത്തൽ മാത്രം ഏറ്റുവാങ്ങേണ്ടി വരുന്ന കുറെ വിഭാഗങ്ങൾ നമ്മുടെ കൂടെയുണ്ട്, നമ്മുടെ ഇടയിൽ ജീവിക്കുന്നുണ്ട്. അവരെ പ്രതിഫലിപ്പിക്കുകയാണ് എന്ത് ചെയ്യുന്നത്? ഉറുമ്പുകൾ ഈ ഒരു കാര്യത്തിലൂടെ. പിന്നെയോ ഈ വരികൾ വംശീയമായ അസമത്വത്തെ കുറിച്ചും അതിനെതിരെ പോരാടേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും നമ്മൾ എന്ത് ചെയ്യാണ്? ചിന്തിപ്പിക്കുകയാണ്. ഇതോടൊപ്പം തന്നെ അധ്വാനത്തിന്റെ മൂല്യത്തെക്കുറിച്ചും ജീവിതത്തിന്റെ ക്ഷണികതയെക്കുറിച്ചുമുള്ള തിരിച്ചറിവുകൾ കൂടി കവി നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? പകർന്നു നൽകുന്നുണ്ട്. ഇതൊരു ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക? നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. ഈ ഒരു ഭാഗം, ഈ ഒരു ഉത്തരം എന്ന ഭാഗം പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? ചോദ്യങ്ങളായിട്ട് പ്രതീക്ഷിക്കാം. പിന്നെയോ ഉറുമ്പുകളുടെ വംശമഹത്വം അന്വേഷിക്കുന്നതിലൂടെ കവി പറയാൻ ശ്രമിക്കുന്ന വസ്തുതകൾ എന്തെല്ലാമാണ്? ഇതും എന്താണ്? ഒരു ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. ശ്രദ്ധിക്കുക. നോക്കിയേ, വംശം എന്ന കവിതയിലൂടെ കവയത്രി ഉറുമ്പുകളുടെ വംശമഹത്വം അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഒന്നിച്ച് സഞ്ചരിക്കുകയും, നോക്കണേ, അവരുടെ ഒരുമ നോക്കണേ നിങ്ങൾ, എന്താ? ഒന്നിച്ച് സഞ്ചരിക്കുകയും ആശയങ്ങൾ കൈമാറുകയും അവർക്ക് ആവശ്യമായ ഭക്ഷണ സാധനങ്ങൾ ശേഖരിക്കുകയും ചെയ്യുന്നു. രാത്രിയെന്നോ പകലെന്നോ സന്ധ്യയെന്നോ പ്രഭാതമെന്നോ കണക്കാക്കാതെയാണ് അവർ എന്ത് ചെയ്യുന്നത്? ജീവിക്കുന്നത്, അല്ലെങ്കിൽ അവരെ അധ്വാനിക്കുന്നത്. ഉറുമ്പിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ. പിന്നെയോ മുഴുവൻ സമയവും അധ്വാനത്തിന് വേണ്ടി ചെലവഴിക്കുന്നവരാണ് ഉറുമ്പുകൾ. ഐക്യത്തോടെ, ഐക്യം എന്ന് പറഞ്ഞാൽ ഒത്തൊരുമ, യൂണിറ്റി എന്നൊക്കെ പറയില്ലേ, ഐക്യത്തോടെയും ചിട്ടയോടെയും സഞ്ചരിച്ച് ഭക്ഷണം ശേഖരിക്കുന്ന ഉറുമ്പുകൾ അത് നാളേക്ക് വേണ്ടി ശേഖരിച്ച് വയ്ക്കുന്നു. മഴക്കാലത്ത് ശ്രദ്ധിക്കണം, മഴക്കാലത്ത് ഉറുമ്പുകൾക്ക് കഴിക്കാനുള്ള ആഹാരമാണ് ഇങ്ങനെ എന്ത് ചെയ്യുന്നത്? ശേഖരിച്ച് വെക്കുന്നത്. പിന്നെയോ ഓരോരുത്തർക്കും ലഭിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ശേഖരിച്ച് മറ്റുള്ളവർക്ക് കൂടി നൽകുന്നു. സഹജീവികളെ, നമ്മുടെ കൂടെ ജീവിക്കുന്ന സഹജീവികളെ തിരിച്ചറിയുകയും അവരെ കരുതലോടെ കാണുകയും ചെയ്യുന്ന ഉറുമ്പുകൾ മനുഷ്യർക്ക് എന്താണ്? മനുഷ്യർക്ക് മാതൃകയാണ് അല്ലെ. നമ്മൾ എന്താണ്? നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? വയറ് നിറയെ ഭക്ഷണം കഴിക്കുക, അതല്ലേ നമ്മുടെ ചിന്ത. നമ്മുടെ കൂടെ കൂട്ടുകാരുണ്ടെന്നൊക്കെ നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യാറില്ല? ചിന്തിക്കാറില്ല. നമ്മൾ പല സമയത്തും എന്ത് ചെയ്യാറുണ്ട്? സ്വാർത്ഥരായിട്ട് മാറാറുണ്ട് അല്ലെ. അങ്ങനെ സ്വാർത്ഥരായിട്ട് ജീവിക്കുന്ന മനുഷ്യർക്ക് ഒരു മാതൃകയാണ് ആരെന്ന് പറയുന്നത്? ഉറുമ്പ് എന്ന് പറയുന്ന ജീവിവർഗം. പിന്നെ ഇങ്ങനെ നോക്കിയാൽ ഉറുമ്പുകൾ സ്വാർത്ഥരല്ല, സഹജീവികളെ തിരിച്ചറിയുന്നവരാണ്. എന്നാൽ പുതിയ കാലം അവരവർക്ക് വേണ്ടിയുള്ളതാണ് അല്ലെ. നമ്മൾ ഉൾപ്പെടുന്ന പുതിയ കാലം എന്താണ്? അവരവർക്ക് വേണ്ടിയാണ്. നമ്മുടെ കുടുംബം, അല്ലെങ്കിൽ നമ്മുടെ ആളുകൾ, നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ ഭാര്യ, നമ്മുടെ അമ്മ, നമ്മുടെ അച്ഛൻ, ആ ഒരു രീതിയിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഒതുങ്ങിപ്പോകുന്ന ആളുകളാണ് ഇന്നത്തെ സമൂഹത്തിലുള്ളത്. മറ്റുള്ളവരെ മനസ്സിലാക്കാനും സഹായിക്കാനും ഇന്ന് മനുഷ്യർ തയ്യാറാകുന്നില്ല. സ്വാർത്ഥമതികളായ മനുഷ്യർക്ക് ഉറുമ്പിന്റെ ജീവിതചര്യയിലൂടെ പലതും പഠിക്കാനുണ്ടെന്ന് ഇവിടെ കവയത്രി എന്ത് ചെയ്യുന്നുണ്ട്? വ്യക്തമാക്കുന്നുണ്ട്. ഒരു ഇമ്പോർട്ടന്റ് ചോദ്യമാണിത്. എന്ത് ചെയ്യുക? ശ്രദ്ധിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമ്മളിപ്പോ പറഞ്ഞ ഈ ഒരു കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങളുടെ ഉത്തരം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിന് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഴുതാൻ വേണ്ടി സാധിക്കും. ഓക്കെ ആണ്, സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാം? പെട്ടെന്ന് തന്നെ നമ്മുടെ അടുത്ത ചാപ്റ്ററിലേക്ക് പോകാം. ഇതൊരു ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ്. വരികളൊക്കെ ഓർത്ത് വെക്കുക. എഴുത്തുകാരിയുടെ പേരെന്ത് ചെയ്യുക? കവയത്രിയുടെ പേര് മനസ്സിൽ ഓർമ്മിച്ചു വെക്കുക. നമ്മൾ എപ്പോഴും പറഞ്ഞു, കുറിപ്പുകളൊക്കെ എഴുതുമ്പോൾ എന്ത് ചെയ്യുക? കവയത്രിയെ കൂടെ മെൻഷൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇത് സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു. അടിപൊളിയായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് കടക്കാം. അടുത്ത ചാപ്റ്റർ ആണ് ദയ എന്ന് പറയുന്ന തിരക്കഥയുടെ MT വാസുദേവൻ നായരുടെ ദയ എന്ന് പറയുന്ന തിരക്കഥയിലെ ഒരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗം എന്ന് പറയുന്നത്. ശ്രദ്ധിക്കണം, MT വാസുദേവൻ നായരുടെ ദയ എന്ന് പറയുന്ന തിരക്കഥയുടെ ഒരു ഭാഗം. എന്താണ് തിരക്കഥ? അതിന്റെ ചോദ്യം എടുത്തതാണ്. എന്താണ് തിരക്കഥ? നമ്മൾ കഥകളിയുടെ സാഹിത്യ രൂപത്തെ ആട്ടക്കഥ എന്ന് വിളിച്ചു അല്ലെ. അതുപോലെ സിനിമയുടെ, ശ്രദ്ധിക്കണം, സിനിമയുടെ സാഹിത്യ രൂപത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുക? തിരക്കഥ എന്ന് വിളിക്കുക. നമ്മൾ TV-യിലൊക്കെ കാണുന്നില്ലേ, സിനിമയിലൊക്കെ കാണുന്നില്ലേ, ആളുടെ കയ്യിൽ, നമ്മുടെ ഡയറക്ടറുടെ കയ്യിലുണ്ടാവും ഒരു ഇതുണ്ടാവും അല്ലെ. അത് നോക്കിയിട്ടല്ലേ ഡയലോഗ് പഠിക്കുക. അതിനാണ് നമ്മൾ എന്ത് വിളിക്കുക? തിരക്കഥ എന്ന് വിളിക്കുക. അപ്പോ MT വാസുദേവൻ നായരുടെ ദയ എന്ന് പറയുന്ന തിരക്കഥയുടെ ഒരു ഭാഗമാണ്. ദേ നോക്കിയേ, നമ്മുടെ ചിത്രം നോക്കിയേ. ദയ എന്ന് പറയുന്ന നമ്മുടെ മഞ്ജു വാര്യർ അഭിനയിച്ചിട്ടുള്ള മനോഹരമായിട്ടുള്ള സിനിമയുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെങ്കിൽ എന്ത് ചെയ്യാം? നിങ്ങൾ ഒരു തവണ എന്തായാലും കണ്ടു നോക്കുക. നിങ്ങൾക്ക് നിങ്ങളെ ബോറടിപ്പിക്കാത്ത സിനിമയായിരിക്കും ഞാൻ എന്ത് ചെയ്യുന്നു? ഉറപ്പ് തരുന്നു. രസമുള്ള സിനിമയാണ്. ഓക്കെ,
അപ്പോ നമ്മുടെ പാഠഭാഗത്തിലേക്ക് വരുമ്പോ ദയ എന്ന് പറയുന്ന അതിസമർത്ഥയായ പെൺകുട്ടിയുടെ അല്ലെങ്കിൽ പെൺകുട്ടിയെ കേന്ദ്ര കഥാപാത്രമാക്കിക്കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു തിരക്കഥ മുന്നോട്ടേക്ക് പോകുന്നത് അല്ലെ. ദയ എന്ന് പറയുന്ന പെൺകുട്ടി. അപ്പൊ നമ്മുടെ പാഠഭാഗത്തിലേക്ക് വരുമ്പോ രാജ്യത്തെ കൊട്ടാരത്തിലേക്കുള്ള പ്രവേശന കവാടത്തിൽ നിന്നാണ് പാഠഭാഗം എന്ത് ചെയ്യുന്നത് ആരംഭിക്കുന്നത് അല്ലെ. ഒരു രാജ്യത്തേക്ക് എന്ത് ചെയ്യാണ് നമ്മുടെ ദയ എത്തിച്ചേരുകയാണ്. ദയ എങ്ങനെയാണ് പുരുഷ വേഷം കിട്ടിയാണ് എന്ത് ചെയ്യുന്നത് ദയ എത്തുന്നത്. നോക്കണേ, നിങ്ങൾ ആ ചിത്രത്തിൽ കണ്ടാൽ മനസ്സിലാവും. ഇതാണ് ദയ, നമ്മുടെ മഞ്ജു വാര്യരാണ്. ഓക്കെ, അപ്പൊ ദയ എന്ത് ചെയ്യാണ് പുരുഷ വേഷം കെട്ടിക്കൊണ്ട് ഒരു കൊട്ടാരത്തിന്റെ ഒരു രാജ്യത്തിന്റെ അടുത്ത് അല്ലെങ്കിൽ രാജ്യത്ത് എത്തിച്ചേരുകയാണ്. അവിടെ എന്തോ ഒരു മത്സരം നടക്കുകയാണ് അല്ലെ. എന്തായിരുന്നു മത്സരം? മന്ത്രിയെ തെരഞ്ഞെടുക്കാനുള്ള ഒരു മത്സരം നടക്കുകയാണ് അല്ലെ. അപ്പോ ആളുകളുടെ സംഭാഷണത്തിൽ നിന്ന് നമുക്ക് ദയക്ക് മനസ്സിലാവും എന്താ കുറെ നാളുകളായിട്ട് ഒരു മന്ത്രിക്ക് വേണ്ടി അന്വേഷണം നടക്കുകയാണ്. പക്ഷേ അനുയോജ്യനായിട്ടുള്ള ഒരാളെ പോലും എന്ത് ചെയ്യില്ല ഇതുവരെ കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യം ദയ മനസ്സിലാക്കുകയാണ്. അങ്ങനെ എന്ത് ചെയ്തു സമർത്ഥയായ ദയ അവിടുത്തെ മന്ത്രിയാവാൻ വേണ്ടി അല്ലെ മന്ത്രിയാകാൻ വേണ്ടിയിട്ടുള്ള മത്സര പരീക്ഷയിൽ അല്ലെങ്കിൽ മത്സരത്തിൽ പങ്കെടുക്കാൻ എന്ത് ചെയ്യാണ് തയ്യാറാവുകയാണ് അല്ലെ. അപ്പോ ലക്ഷണശാസ്ത്രം അറിയുന്ന രാജാവ്, ഇതാണ്ടോ രാജാവ്, നമ്മുടെ നെടുമുടി വേണു രാജാവാണ്. രാജാവ് എന്ത് ചെയ്യാണ് രാജാവ് നമ്മുടെ ദയയുടെ മുഖത്ത് നോക്കി പറയാണ് എന്താ പ്രായം കണ്ട് ആരും തെറ്റിദ്ധരിക്കേണ്ട, അവളുടെ കണ്ണിൽ എന്തുണ്ട്, അവളുടെ കണ്ണിൽ വിജയമുണ്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു ആ ഒരു ജ്വാല അവളുടെ കണ്ണിലുണ്ടെന്ന് പറയുകയാണ്. അങ്ങനെ ആദ്യത്തെ മത്സര പരീക്ഷ അമ്പെയ്ത്തായിരുന്നു അല്ലെ. അമ്പയ്യ അല്ലെ. അങ്ങനെ ആദ്യത്തെ മത്സര പരീക്ഷ തന്നെ കാണികളൊക്കെ ഞെട്ടിച്ചുകൊണ്ട് ആദ്യത്തെ അമ്പൻ എന്ത് ചെയ്തു അവൾ എന്ന് വിളിക്കേണ്ട, നമുക്ക് ഇനി അവൻ എന്ന് വിളിക്കാം അല്ലെ. അവൻ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചു അല്ലെ. അങ്ങനെ തുടരെ 5 അമ്പുകൾ എന്ത് ചെയ്തു കാണികളെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് ലക്ഷ്യസ്ഥാനത്തേക്ക് കൃത്യമായിട്ട് എഴുതുകൊണ്ട് എന്ത് ചെയ്തു ആദ്യത്തെ പരീക്ഷ നമ്മുടെ ദയ വിജയകരമായിട്ട് എന്ത് ചെയ്തു പൂർത്തീകരിച്ചു അല്ലെ. പിന്നെ രണ്ടാമത്തെ മത്സരം എന്ന് പറയുന്നത് വാൾപ്പയറ്റായിരുന്നു അല്ലെ. അവിടുത്തെ ഏറ്റവും വില്ലാളി വീരനായിട്ടുള്ള ഒരാളുമായിട്ട് എന്ത് ചെയ്യണം വാൾപ്പയറ്റ് ചെയ്യണം. അങ്ങനെ ആളുകളെ മുഴുവൻ എന്താ ഉത്കണ്ഠയുടെ കോണിൽ നിർത്തിക്കൊണ്ട് വളരെ ആവേശഭരിതമാക്കിക്കൊണ്ട് ഭയപ്പെടുത്തിക്കൊണ്ട് അവർ രണ്ടുപേരും എന്ത് ചെയ്തു വാൾപ്പയറ്റ് ചെയ്തു. അങ്ങനെ എതിരാളിയുടെ വാൾ തെറിപ്പിച്ചുകൊണ്ട് ആരും അതിൽ വിജയിച്ചു നമ്മുടെ ദയ. ആ ഒരു മത്സര പരീക്ഷയിലും വിജയിച്ച് ആളുകളുടെ ഒക്കെ ശ്രദ്ധയും ആളുകളൊക്കെ ഞെട്ടിത്തിരിക്കുകയാണ് അല്ലെ. അത് കഴിഞ്ഞു ഇനിയാണ് മൂന്നാമത്തതും ഏറ്റവും കഠിനവുമായിട്ടുള്ള പരീക്ഷണം നടക്കാൻ വേണ്ടി പോകുന്നത്. എന്തായിരുന്നു പരീക്ഷണം അറിയായിരിക്കുമല്ലോ. എന്താ ഒട്ടും മെരുങ്ങാത്ത ഒരു കുതിരയുടെ പുറത്ത് കയറി സഞ്ചരിക്കുക, സവാരി നടത്തുക എന്നുള്ളതായിരുന്നു ഏറ്റവും കഠിനവും ഏറ്റവും ബുദ്ധിമുട്ടേറിയതുമായിട്ടുള്ള മൂന്നാമത്തെ മത്സര പരീക്ഷ എന്ന് പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ സേനാപതി ഉപദേശിക്കുന്നുണ്ട്, എന്റെ മകനെ പോലെ കണ്ടുകൊണ്ട് പറയുകയാണ് 4 ആളുകളെ ഇതിനു മുമ്പ് മത്സരിച്ച കുറെ ആളുകളെ കൈകാലുകൾ ഒടിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട് എടുത്തുകൊണ്ടാണ് ഈ കൊട്ടാരത്തിന് വെളിയിലേക്ക് പോയിട്ടുള്ളത്, അതുകൊണ്ട് ഒന്നുകൂടെ ശ്രദ്ധിക്കാന്ന് പറയാണ്. പക്ഷേ നമ്മുടെ ദയ എന്ത് ചെയ്യുന്നില്ല പിന്മാറുന്നില്ല. ദയ ആ ഒട്ടും മെരുങ്ങാത്ത കുതിരയുടെ അടുത്ത് പോയിട്ട് പറയുകയാണ് എന്താ നീ എന്ത് ചെയ്യുന്നില്ല, ഞാനൊരു പാവമാണ്, നിനക്കെന്നെ വീഴ്ത്താം ചവിട്ടിക്കൊല്ലാം. കുതിരയോട് പറയാണ് ഭയങ്കര ദയോടുകൂടെ, നിനക്കെന്നെ വീഴ്ത്താം ചവിട്ടിക്കൊല്ലാം അല്ലെ, നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, പക്ഷേ എന്നോട് എന്ത് ചെയ്യാ നിങ്ങൾ, ഞാനൊരു പാവമാണെന്ന് പറയാണ്. അപ്പോൾ ദയയുടെ വാക്കുകൾ കേട്ടവണ്ണം എന്ന രീതിയിൽ എന്ത് ചെയ്യാണ് കുതിര ഒന്ന് ശാന്തനാവുകയാണ്. അങ്ങനെ എന്ത് ചെയ്തു നമ്മുടെ ദയ കുതിരയുടെ മേലിൽ കയറി സവാരി ചെയ്യാൻ നോക്കിയപ്പോൾ കുതിര വീണ്ടും എന്ത് ചെയ്തു, കുതിര വീണ്ടും അവളെ വീഴ്ത്താൻ വേണ്ടി കുറെ ശ്രമങ്ങൾ നടത്തി. അപ്പൊ ദയ പിന്നെയും എന്ത് ചെയ്യാണ്, ദയ വളരെ വളരെ താണ രീതിയിൽ എന്ത് ചെയ്തു കുതിരയോട് പറയും എന്താ നീ തോൽക്കുന്നില്ല അല്ലെ, അല്പം എന്നോട് നീ എന്ത് ചെയ്യുന്നില്ല തോൽക്കുന്നില്ല, അല്പം ദയ കാണിക്കുന്നു എന്ന് മാത്രമെന്ന് പറയുകയാണ് അല്ലെ. അല്പം ദയ കാണിക്കുന്നു എന്നുള്ളത് മാത്രമാണെന്ന് പറയാണ്. അങ്ങനെ ദയയുടെ വാക്കിയുടെ കുതിര എന്ത് ചെയ്യാണ്, കുതിര ആർക്കും എരിങ്ങി നിൽക്കുകയാണ്, അല്ലെങ്കിൽ കുതിരയുടെ മുകളിൽ ആര് സവാരി ചെയ്തു ആ ഒരു മത്സരം വിജയിച്ചു. നമ്മുടെ ദയ ആ ഒരു മത്സര പരീക്ഷ എന്താണ് വിജയിക്കുകയാണ്. അങ്ങനെ ആളുകളൊക്കെ ഞെട്ടി അല്ലെ. ഏറ്റവും കഠിനമായിട്ടുള്ള മത്സരവും കടന്നു. അവസാന മത്സരം 4ാമത്തെ മത്സരം എന്ന് പറയുന്നത് രാജാവുമായിട്ട് എന്ത് ചെയ്യാം, രാജാവുമായിട്ട് ചതുരംഗ മത്സരമായിരുന്നു. രാജാവുമായിട്ടുള്ള ചതുരംഗ മത്സരം. രാജാവ് എന്താണ് ഈ ചതുരംഗത്തിൽ അതിസമർത്ഥനാണ് രാജാവ്. ദയയും എന്ത് ചെയ്യാണ് അതിസമർത്ഥയായിട്ടുള്ള വ്യക്തിയാണ് ഈ ഒരു ചതുരംഗ മത്സരത്തിൽ. അങ്ങനെ എന്ത് ചെയ്തു, രണ്ടുപേരും കൂടെ ചതുരംഗ മത്സരം കളിച്ചു. അങ്ങനെ ദയ ജയിക്കും, അടുത്ത നീക്കത്തോടു കൂടെ ജയ എന്ത് ചെയ്യും, ആ മത്സരം ജയിക്കും എന്നൊരു സാഹചര്യം വന്നപ്പോ രാജാവിന്റെ മുഖഭാവം മാറുന്നതായിട്ട് എന്ത് ചെയ്യാണ് ദയ ശ്രദ്ധിക്കുകയാണ്. അങ്ങനെ ദയ ആ നീക്കം നീക്കാതെ എന്ത് ചെയ്തു കളി സമനിലയിൽ അവസാനിപ്പിച്ചു അല്ലെ. അറിഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു, രാജാവിനെ തോൽപ്പിക്കാൻ നിൽക്കാതെ
കളി സമനിലയിൽ എന്ത് ചെയ്തു, അവസാനിപ്പിച്ചു. അല്ലെ? അങ്ങനെ രാജാവ് അത് കഴിഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ നീ എന്തിനാണ് അങ്ങനെ ചെയ്തത്? അപ്പോ എന്താ ദയയുടെ മറുപടി, ഒരു യുദ്ധത്തിലുള്ള തോൽവി അങ്ങ് മറക്കും, പക്ഷെ ഇതിലെ തോൽവി എന്ത് ചെയ്യില്ല, അങ്ങ് മറന്നു പോവില്ല, എന്ന് മറക്കുകയില്ല, നിങ്ങളുടെ മനസ്സിന്ന് മാറില്ല എന്ന് പറയുകയാണ്. അങ്ങനെ ആ രാജ്യത്തിന് എന്ത് ചെയ്യാണ് നമ്മുടെ ദയ മന്ത്രിയായിട്ട് മാറുന്നതും പിന്നീടുള്ള കഥകളുമാണ്. അല്ലെങ്കിൽ നമ്മുടെ വായനക്കാരുടെ പിന്നീട് എന്ത് നടന്നു എന്ന് അറിയാനുള്ള ഒരു ത്വര നമ്മുടെ ഉള്ളിൽ നിർത്തിക്കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു പാഠഭാഗം അവസാനിക്കുന്നത്. അപ്പോ നിങ്ങൾ എന്ത് ചെയ്യുക, പറ്റുവാണെങ്കിൽ ദയ എന്ന് പറയുന്ന സിനിമ എന്ത് ചെയ്യുക, ഒരു തവണ എപ്പോഴെങ്കിലും ഒരു തവണ കണ്ടു നോക്കുക. ഞാൻ പറയുന്നു, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. 100% നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സിനിമയായിരിക്കും ദയ എന്നുള്ളതിൽ എന്തില്ല, യാതൊരു സംശയവും ഇല്ല. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പാഠഭാഗത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ നോക്കാം. അതിനു മുമ്പായിട്ട് ഈ ഒരു പാഠഭാഗത്തിന്റെ ആദ്യത്തെ നമ്മൾ പറഞ്ഞ ആശയം ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പോകാം. നോക്കിയേ, ബുദ്ധി വൈഭവത്തിൽ ആരെയും വെല്ലുന്ന സുമുറൂദിനെ, ശ്രദ്ധിക്കണേ, സുമുറൂദിനെ എല്ലാവരും ദയ എന്ന് വിളിച്ചു. ബാഗ്ദാദിലെ സമ്പന്ന യുവാവായിരുന്ന മൻസൂറിന്റെ വീട്ടിലെ ജോലിക്കാരിയായിരുന്നു അവൾ. പിതാവിന്റെ മരണശേഷം സ്വത്തുക്കളെല്ലാം കളഞ്ഞു കുളിച്ച് മൻസൂറിനെ എല്ലാവരും ഉപേക്ഷിക്കുന്നു. അയാളെ രക്ഷിക്കുവാൻ ദയ തീരുമാനിക്കുന്നു. മൻസൂറിന് കച്ചവടം തുടങ്ങാനായി സ്വയം അടിമയാകാൻ വരെ എന്ത് ചെയ്യുന്നുണ്ട്, ദയ തയ്യാറാകുന്നുണ്ട്. തന്നെ വിൽക്കുവാൻ ദയ മൻസൂറിനോട് നിർദ്ദേശിക്കുന്നു. അന്നത്തെ കാലത്ത് എന്തുണ്ട്, ഇങ്ങനെ അടിമകളെ വിൽക്കുക എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്. അതിനെന്ത് ചെയ്യുക, സ്വയം എന്നെ വിറ്റോളൂ എന്ന് എന്ത് ചെയ്യാണ് തന്റെ യജമാനോട് പറയുന്ന ദയ. പിന്നെയോ, ചന്തയിലെത്തുന്ന ദയയെയും മൻസൂറിനെയും രാജഭടന്മാർ കാണുകയും രാജസമക്ഷത്തിൽ എത്തിക്കുകയും ചെയ്യുന്നു. അവളുടെ അറിവും ബുദ്ധി വൈഭവവും പരീക്ഷിക്കപ്പെടുന്നു. പണ്ഡിതന്മാരുടെ ചോദ്യങ്ങൾക്ക് പതറാതെ ഉത്തരം നൽകിയ ദയ എല്ലാവരെയും എന്തിയാണ്, അത്ഭുതപ്പെടുത്തുകയാണ്. പിന്നെയോ, ബുദ്ധി പരീക്ഷണങ്ങളിൽ വിജയിച്ച് സമ്മാനങ്ങളുമായി മടങ്ങിയ ദയയുടെയും മൻസൂറിന്റെയും ജീവിതം പിന്നീട് അത്ഭുതകരമായി വഴിമാറുന്നതാണ് നമ്മുടെ കഥ, അല്ലെങ്കിൽ ഈ ഒരു തിരക്കഥ എന്ന് പറയുന്നത്. ആ ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗം എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞു MT വാസുദേവൻ നായരാണ് എന്തിട്ടുള്ളത്, ഈ ഒരു തിരക്കഥ തയ്യാറാക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ ഒരു കൃതി എഴുതിയിട്ടുള്ളത്, പാഠഭാഗം എഴുതിയിട്ടുള്ളത്, അല്ലെ? അപ്പൊ MT വാസുദേവൻ നായരിന്റെയാണ് നിങ്ങൾ ഓർമ്മിച്ച് വെക്കണം. നമുക്ക് പരിചിതമാണ്, നമ്മൾ കുറെ കവിതകളും കൃതികളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, അല്ലെ? MTയുടേതായിട്ടുള്ള. അപ്പൊ നോക്കിയേ, നോവലിസ്റ്റ്, തിരക്കഥാകൃത്ത്, പത്രാധിപർ, കഥാകൃത്ത്, സിനിമാ സംവിധായകൻ എന്നീ നിലകളിൽ എന്താണ് പ്രശസ്തരാണ് MT വാസുദേവൻ നായർ. മലയാള സാഹിത്യത്തിലും ചലച്ചിത്ര രംഗത്തും വ്യക്തിമുദ്ര പതിപ്പിച്ച ഇദ്ദേഹം MT എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്നു. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാ, MTയെ കുറിച്ചൊന്ന് പറഞ്ഞു വെക്കുക, ഓർത്ത് വെക്കുക. നമ്മൾ എപ്പോഴും പറഞ്ഞു, എഴുത്തുകാരൻ നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കിയിട്ട് വെക്കണം എന്നുള്ള കാര്യം എന്ത് ചെയ്യാം, ഓർത്ത് വെക്കുക. ഇനി അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ എന്ത് ചെയ്യണം, നോക്കണം. മഞ്ഞ്, കാലം, നാലുകെട്ട്, അസുരവിത്ത്, പിന്നെ വിലാപയാത്ര, പാതിരാവും പകൽ വെളിച്ചവും, അറബിപ്പൊന്ന്, രണ്ടാമൂഴം ഭീമനെ കേന്ദ്ര കഥാപാത്രമാക്കിയിട്ട് സിനിമയാകാനൊക്കെ പോകുന്ന രണ്ടാമൂഴം, വാരണാസി, ഇരുട്ടിന്റെ ആത്മാവ്, ഓളവും തീരവും, കുട്ടിയടത്തി തുടങ്ങിയ ഒട്ടനവധി കൃതികളെ എന്ത് ചെയ്തിട്ടുണ്ട്, MTയുടേതായിട്ട് പുറത്തു വന്നിട്ടുണ്ട്. MT വാസുദേവൻ നായർ എന്ത് ചെയ്യാം, ഓർത്ത് വെക്കുക. അദ്ദേഹത്തിന്റെ ചിത്രമാണ് ഈ ഒരു സ്ക്രീനിൽ എന്ത് ചെയ്തിട്ടുള്ളത്, കൊടുത്തിട്ടുള്ളത്. ആ ഒരു ചിത്രം എന്ത് ചെയ്യാം, ഓർത്ത് വെക്കുക. ഓക്കെ, അത് നമുക്ക് ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളിലേക്ക് പോകാം. നോക്കിയേ, ഈ ഒരു പാഠഭാഗത്ത് നിന്ന് നമുക്ക് ചോദിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ചോദ്യമാണ്, 100% ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. എന്താ, ദയയുടെ കഥാപാത്ര നിരൂപണം. നിങ്ങളുടെ മനസ്സിലും ദയ എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രത്തിന്റെ രൂപം വന്നിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ എങ്ങനെയാണ് ദയയുടെ കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക എന്നുള്ളതായിരിക്കും ചോദ്യം. പക്ഷെ നമ്മളൊരു ചോദ്യം എങ്ങനെ വരിക, നോക്കിയേ, ദയ താണസ്വരത്തിൽ. നമ്മൾ പറഞ്ഞു തിരക്കഥയാണ്, അല്ലെ? അപ്പൊ തിരക്കഥ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ അഭിനയിക്കുന്ന അഭിനേതാവിനും അഭിനേത്രിക്കൊക്കെ എന്ത് ചെയ്യണം, അഭിനയിക്കണം. അപ്പൊ ദയ താണസ്വരത്തിൽ പറയാണ്. എന്താ, ഒരു യുദ്ധത്തിലെ തോൽവി അങ്ങ് മറക്കും, കളിയിലെ തോൽവി കൈപ്പായി മനസ്സിൽ നിൽക്കും എന്ന് എനിക്ക് ബോധ്യമായത് കൊണ്ട് എന്ത് ചെയ്തു, നേരത്തെ തോറ്റുകൊടുത്തത്. പിന്നെ രാജാവുമായുള്ള ഈ സംഭാഷണത്തിൽ നിന്നും ദയ എന്ന കഥാപാത്രത്തെ കുറിച്ചുള്ള എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കാനാവും പാഠഭാഗത്തെ മറ്റ് സന്ദർഭങ്ങളിൽ കൂടി പരിഗണിച്ച് ദയ എന്ന കഥാപാത്രത്തെ എന്ത് ചെയ്യുക, നിരൂപണം ചെയ്യുക. ഒരു ഇമ്പോർട്ടന്റ് ചോദ്യമാണ് കഥാപാത്ര നിരൂപണം. ദയയുടെ കഥാപാത്ര നിരൂപണം പ്രതീക്ഷിക്കാവുന്ന ചോദ്യമാണ് ഗായ്സ്. ഓക്കെ, ശ്രദ്ധിച്ചു വെക്കുക. നോക്കിയേ, അപ്പൊ നമ്മൾ എപ്പോഴും പറഞ്ഞു കഥാപാത്രത്തെ നമ്മൾ എന്ത് ചെയ്യണം, പരിചയപ്പെടുത്തണം. നമുക്ക് രണ്ട് രീതിയിൽ പരിചയപ്പെടുത്താം. ഒന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ രീതിയിൽ വെക്കാം. അതോടൊപ്പം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, MT വാസുദേവൻ നായരുടെ ദയ എന്ന് പറയുന്ന തിരക്കഥയിലെ അല്ലെങ്കിൽ ദയ എന്ന് പറയുന്ന പാഠഭാഗത്തെ പ്രധാന കഥാപാത്രമാണ് ദയ, അല്ലെ? സുമറൂദ് എന്ന് വിളിക്കുന്ന അല്ലെങ്കിൽ സുമറൂദ് എന്ന ദയ എന്ന് എന്ത് ചെയ്യാം, നമുക്ക് ദയയെ പരിചയപ്പെടുത്താം.
സ്വന്തം നോക്കണേ, ഇമ്പോർട്ടന്റ് ആണ്, സ്വന്തം ബുദ്ധി വൈഭവം കൊണ്ട് ശ്രദ്ധ ആകർഷിക്കുന്ന കഥാപാത്രമാണ് ദയ എന്ന് പറയുന്നത്. മന്ത്രി മരിച്ചത് കൊണ്ട് ജനങ്ങൾക്കിടയിൽ നിന്ന് ബുദ്ധിമാനായ ഒരാളെ കണ്ടെത്താനും അയാൾക്ക് ചുമതലകൾ നൽകാനുമുള്ള ശ്രമത്തിലായിരുന്നു രാജാവ്. അത്തരം ഒരു അവസരത്തിലാണ് രാജാവിന്റെ സഭാമണ്ഡല പരിസരത്തേക്ക് ദയ കടന്നു വരുന്നത്. പിന്നെ രാജാവ് അത്തരമൊരു അവസരത്തിലാണ് രാജാവിന്റെ സഭാമണ്ഡല പരിസരത്തിലേക്ക് ദയ കടന്നു വരുന്നത്. അമ്പെയ്ത്ത് മത്സരത്തിലാണ് ദയ ആദ്യം പങ്കെടുക്കുന്നത് അല്ലെ. അപ്പൊ നമുക്കറിയാം അമ്പെയ്ത്ത് മത്സരം എന്താ നടന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാം അല്ലെ. 5 അമ്പുകളും ലക്ഷ്യത്തിലേക്ക് എത്തിച്ച് വിജയം നേടാൻ ദയക്ക് എന്ത് ചെയ്തു, കഴിഞ്ഞു. തുടർന്ന് വാൾപ്പയറ്റ് മത്സരമായിരുന്നു. സമയം നീട്ടിക്കൊണ്ടു പോകാതെ മിന്നൽ വേഗത്തിൽ ദയ എതിരാളിയുടെ വാൾ തെറിപ്പിച്ചു. അതിലും എന്ത് ചെയ്തു, വിജയം നേടി. പിന്നീട് കുതിരയെ മെരുക്കി മൈതാനത്തിലൂടെ ഓടിക്കുന്ന മത്സരമായിരുന്നു. അതിലും എന്ത് ചെയ്തു, അവൾ വിജയം കൈവരിച്ചു. തുടർന്ന് ചതുരംഗ മത്സരമായിരുന്നു. ചതുരംഗത്തിലെ വിദഗ്ധന് നല്ല രാജ്യതന്ത്രജ്ഞനാവാൻ കഴിയുമെന്ന് രാജാവ് പറയുന്നു. ചതുരംഗ കളിയിൽ വിജയിക്കാമെന്ന് ദയക്ക് ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. എന്നാൽ രാജാവിനെ തോൽപ്പിച്ച് വിജയം നേടുന്നത് ശരിയല്ല എന്ന് അവൾ കരുതുന്നു. കാരണം ജനങ്ങൾക്ക് മുൻപിൽ രാജാവിന്റെ സ്ഥാനം കുറയാൻ അത് ഇടയാകും. ബുദ്ധിവൈഭവം നോക്കണേ, അവരുടെ ആളുടെ സ്വഭാവ സവിശേഷതയാണ് എന്തൊക്കെയാ? ബുദ്ധിവൈഭവം, ദൃഢനിശ്ചയം അല്ലെ, തോൽക്കില്ല, ഞാൻ തോറ്റു കൊടുക്കില്ല എന്ന് പറയുന്ന മനസ്സിന്റെ ആ ഒരു ദൃഢനിശ്ചയം. ലക്ഷ്യബോധം, ഞാൻ ലക്ഷ്യത്തിലേക്ക് ഉറപ്പായിട്ടും എത്തും. ലക്ഷ്യബോധം, തന്ത്രപരമായ ഇടപെടൽ എന്നിങ്ങനെ വിവിധങ്ങളായ കഴിവുകളുള്ള ദയ എന്ന കഥാപാത്രം കാഴ്ചക്കാരുടെയും മനസ്സിൽ നിറഞ്ഞു നിൽക്കും. ഓക്കെ, ഒരു ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. പിന്നെ ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. ഓക്കെ, ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഈ ഒരു പാഠഭാഗത്ത് അടുത്ത ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ഇതും എന്ത് ചെയ്യുക, പ്രതീക്ഷിക്കാം. ഇങ്ങനെ ചോദ്യവും പ്രതീക്ഷിക്കാം. ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, നോക്കിയേ എന്താ ചോദ്യം. ബുദ്ധിശക്തിയിലും സാമർഥ്യത്തിലും ഭരണ നൈപുണിയിലും ലിംഗവ്യത്യാസം ആൺ പെൺ വ്യത്യാസം ഇല്ലെന്ന് ദയയിലൂടെ മനസ്സിലാക്കിയല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് അവൾക്ക് വേഷപ്പകർച്ച നടത്തേണ്ടി വന്നത്? നമ്മൾ പറഞ്ഞു ആൺവേഷത്തിലാണ് എന്ത് ചെയ്യുന്നത്, അവൾ മത്സരത്തിലൊക്കെ പങ്കെടുക്കുന്നത്. എന്തുകൊണ്ടാണ് അവൾക്ക് വേഷപ്പകർച്ച നടത്തേണ്ടി വന്നത്? ഇക്കാലത്തായിരുന്നെങ്കിൽ, നമ്മൾ ജീവിക്കുന്ന ഇക്കാലത്തായിരുന്നെങ്കിൽ സ്വന്തം കഴിവുകൾ പ്രകടിപ്പിക്കാൻ ദയക്ക് വേഷം മാറേണ്ടി വരുമായിരുന്നോ? വിമർശനാത്മകമായി പരിശോധിക്കുക അല്ലെ. ദയക്ക് അന്ന് എന്ത് ചെയ്യേണ്ടി വന്നു, വേഷം മാറിയിട്ടൊക്കെ മത്സരത്തിൽ പങ്കെടുക്കേണ്ടി വന്നു. ഇക്കാലത്താണെങ്കിൽ, നമ്മളൊക്കെ ജീവിക്കുന്ന ഇക്കാലത്താണെങ്കിൽ ദയക്ക് ഒരു ആൺവേഷം കെട്ടി മത്സരിക്കേണ്ട വരുമോ? നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ആശയത്തെ വിമർശനാത്മകമായി വിലയിരുത്തുക എന്നായിരിക്കും എന്ത് ചെയ്യുക, ചോദ്യം വരിക. ഒരു ഇമ്പോർട്ടന്റ് ചോദ്യമാണ്, ശ്രദ്ധിച്ച് വെക്കുക. ഓക്കെ, അത് നോക്കിയേ എന്താ. കാലങ്ങളായി നാം അനുസരിച്ചിട്ടുള്ളതും അനുസരിച്ച് രാജാവിനൊപ്പം മന്ത്രിയായിട്ടുള്ളത് പുരുഷന്മാരാണ് അല്ലെ. ബുദ്ധിശക്തിയിലും സാമർത്ഥ്യത്തിലും ഭരണ നൈപുണിയിലും എല്ലാം സ്ത്രീകൾക്ക് കഴിവുണ്ട്. എന്നാൽ സാധാരണയായി അവർ ഇത്തരം മേഖലയിലേക്ക് കടന്നു വരാറില്ല. ഒരു പക്ഷേ നമ്മുടെ സമൂഹം അത് അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, അതിലൊരു കാര്യം എന്ന് പറയുന്നത്. എന്ത് ചെയ്യുന്നില്ല, സമൂഹം അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല. അതുകൊണ്ടാണ് ദയക്ക് വേഷപ്പകർച്ച നടത്തേണ്ടി വന്നത്. മനോഭാവത്തിലും കാഴ്ചപ്പാടിലും നമ്മുടെ സമൂഹം ഇന്ന് വളരെയധികം എന്ത് ചെയ്യുന്നുണ്ട്, മാറി ഇരിക്കുന്നു അല്ലെ. അന്നത്തെ കാലത്ത് എന്ത് ചെയ്യേണ്ടി വന്നു, നമ്മുടെ ദയക്ക് വേഷപ്പകർച്ച ചെയ്യേണ്ടി വന്നു അല്ലെ. പക്ഷെ അത് ഇന്നത്തെ കാലത്താണ് എന്ത് ചെയ്യുന്നില്ല, ഇന്ന് അങ്ങനെ ഒരു ആവശ്യമില്ല അല്ലെ. കാരണം എന്താ, നമ്മുടെ സമൂഹം അത്തരത്തില് മാറിക്കഴിഞ്ഞു. ഇതൊരു ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. ബാക്കിയോ നോക്കിയേ. ലിംഗസമത്വം എന്ന ആശയം വളരെ ശക്തമായി കൊണ്ടിരിക്കുന്ന കാലത്താണ് നാം ജീവിക്കുന്നത് അല്ലെ. ആൺപെൺ വ്യത്യാസമില്ലാതെ ആ ഒരു സമത്വം വളരെയധികം ആവശ്യമാണ് എന്ന് ചിന്തിക്കുന്ന ഒരു കാലത്താണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത്. ഇത്തരം ഒരു സാഹചര്യത്തിൽ ദയെ പോലൊരു പെൺകുട്ടിക്ക് ഇന്ന് ഒരിക്കൽ പോലും വേഷം മാറേണ്ടി വരില്ല. ലിംഗസമത്വത്തിന്റെ പുതിയ നാളുകൾ സാമൂഹ്യ നീതിയുടെ അടയാളപ്പെടുത്തലാണ് എന്ന രീതിയിൽ എന്ത് ചെയ്യുക, നിങ്ങള് ഉത്തരം എഴുതി വെക്കുക. ഓക്കെ ശ്രദ്ധിക്കുക.
അപ്പൊ അത്രയുമാണ് ആ ഒരു 2 ചോദ്യം. പിന്നെ നമ്മൾ പറഞ്ഞ ആശയങ്ങളും സെറ്റായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ള ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം എഴുതാൻ വേണ്ടി സാധിക്കും. പിന്നെ തിരക്കഥ ശ്രദ്ധിച്ചുവല്ലോ, തിരക്കഥാ ഭാഗം ശ്രദ്ധിച്ചുവല്ലോ. ദൃശ്യാവിഷ്കാരത്തിന്റെ എന്തെല്ലാം പ്രത്യേകതകളാണ് കണ്ടെത്താനാവുക? ദൃശ്യവിന്യാസം, സ്ഥലം, സമയം, കഥാപാത്ര സ്വഭാവം, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, തിരക്കഥയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്, ഓർത്ത് വെക്കുക. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, നമ്മുടെ ദയ എന്ന് പറയുന്ന MTയുടെ തിരക്കഥയുടെ ഭാഗത്തിലെ ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. പാഠഭാഗം നന്നായിട്ട് മനസ്സിലാക്കുക, പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി സെറ്റായിട്ട് എന്ത് ചെയ്യുക, നാളെ പരീക്ഷയ്ക്ക് പോകുക. എളുപ്പമുള്ള പാഠഭാഗമാണ്. ദയയുടെ കഥാപാത്ര നിരൂപണം എന്ത് ചെയ്യാം, നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ചോദ്യമാണ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ അടുത്ത പാഠഭാഗം, 3ാമത്തെ പാഠഭാഗം. നമ്മൾ പറഞ്ഞതുപോലെ 4 പാഠഭാഗമാണ് എന്ത് ചെയ്യുക, നമുക്ക് ഈ പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാനുള്ളത്, അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും വരാൻ സാധ്യതയുള്ളത്. അപ്പൊ അതിൽ 3ാമത്തെ പാഠഭാഗമാണ് തഥാഗത. ഓക്കെ, 3ാമത്തെ പാഠഭാഗമാണ് തഥാഗത, അല്ലെ? എന്താ, അഷിതയുടെ മനോഹരമായിട്ടുള്ള കഥയാണ് തഥാഗത എന്ന് പറയുന്നത്. എന്താ, ഓർമ്മ നഷ്ടപ്പെട്ട, അല്ലെ, സ്മൃതിഭ്രംശം ബാധിച്ച ഒരമ്മയുടെയും ആ അമ്മയെ ഓർമ്മകളിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്ന സ്നേഹസമ്പന്നയായിട്ടുള്ള ഒരു മകളുടെയും കഥയാണ് ഈ ഒരു പാഠഭാഗം എന്ന് പറയുന്നത്. സ്മൃതിഭ്രംശം ബാധിച്ച എന്തിനാണ്, ഓർമ്മകളെല്ലാം നശിച്ചു പോയ ഒരമ്മയെയും ആ അമ്മയെ ഒരുപാട് സ്നേഹിക്കുന്ന മകളെയും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഈ ഒരു പാഠഭാഗത്തിൽ കാണാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ പാഠഭാഗത്തിലേക്ക് വരുമ്പോൾ, പാഠഭാഗം തുടങ്ങുമ്പോൾ തന്നെ നമുക്കറിയാം എന്താ, ഹോസ്പിറ്റൽ വരാന്തയിലാണ് എന്ത് ചെയ്യുന്നത്, പാഠഭാഗം ആരംഭിക്കുന്നത്. ഡോക്ടർ പറയുകയാണ് എന്താ, അമ്മ കൂടുതൽ ഈ സ്മൃതിഭ്രംശത്തിന്റെ പിടിയിലേക്ക് എന്ത് ചെയ്യാണ്, അകപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താ, അമ്മ എല്ലാ കാര്യങ്ങളും മറന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയുകയാണ്. അപ്പോൾ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ അമ്മയുടെ ഓരോ കാൽവെപ്പിലും ഓരോ കാൽച്ചുവടിലും എന്ത് ഓർമ്മിക്കുകയാണ്, മകൾ പ്രതീക്ഷിക്കുകയാണ്, അമ്മയ്ക്ക് ആ പഴയ ഓർമ്മകൾ ഒന്ന് തിരിച്ചു വന്നിരുന്നെങ്കിൽ എന്നല്ലേ. പണ്ട് എന്താ, സ്വന്തം മകളെ പോലും തിരിച്ചറിയാൻ സാധിക്കുന്നില്ല അമ്മയ്ക്ക്. പണ്ട് കൂട്ടമായിട്ട് വരുന്ന കുട്ടികൾക്കിടയിൽ നിന്ന് സ്വന്തം മകളുടെ കാലൊച്ച കേൾക്കുമ്പോൾ വീട്ടുപടിക്കൽ വന്ന് നിൽക്കുന്ന അമ്മയെ എന്തിയാണ് നമ്മുടെ കവയത്രി ഓർത്ത് പോവുകയാണ്. കവയത്രയല്ല, നമ്മുടെ കഥയിലെ കഥാനായിക എന്തിയാണ്, മകൾ ഓർത്ത് പോവുകയാണ്, അല്ലെ? അങ്ങനെ പിന്നീട് എന്തിയാണ്, പിന്നീട് അമ്മയ്ക്ക് മരുന്ന് കണ്ണിൽ മരുന്നൊഴിക്കുന്ന രംഗം പറയുന്നുണ്ട്. മരുന്നൊഴിക്കാൻ വേണ്ടി അമ്മയെ അടുത്ത് നിർത്തിയപ്പോൾ എന്തിയാണ്, അമ്മ വാ പൊളിക്കുന്നത്, അല്ലെ, വാ തുറന്ന് വെച്ചു കൊടുത്തതും. അപ്പോ സങ്കടവും ഒപ്പം എന്താ, ഒപ്പം ഉള്ളിലൊരു ചിരിയും വന്ന സന്ദർഭങ്ങളും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ പാഠഭാഗം പറയുന്നുണ്ട്, അല്ലെ? പിന്നീട് എന്തിയാണ്, ഈ മകളുടെ ഭർത്താവും ദീപു എന്ന് പറയുന്ന മകനും എന്ത് ചെയ്യുന്നുണ്ട്, വിളിക്കുന്നുണ്ട് അമ്മയോട് തിരിച്ചു വരാൻ വേണ്ടി പറയാൻ വേണ്ടിയിട്ട്, അല്ലെ? അമ്മ പറയുമ്പോൾ ഈ മകളോട് തിരിച്ചു വരാൻ വേണ്ടി പറയാൻ. പക്ഷെ എന്ത് ചെയ്യുന്നില്ല, പക്ഷെ ആ സമയത്താണ് എന്ത് ചെയ്യുന്നത്, അമ്മയ്ക്ക് ഒരു മിന്നായം പോലെ ഓർമ്മ അമ്മയുടെ മനസ്സിലേക്ക് വരുന്നത്, അല്ലെ? അപ്പോ മകൻ ദീപുവെ കുറിച്ചും അവന്റെ വിദ്യാഭ്യാസത്തെ കുറിച്ചും അവന്റെ സ്കൂളിലെ വിശേഷങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, അമ്മ തിരക്കുന്നുണ്ട്. പക്ഷെ എന്താ, ആ ഓർമ്മ അല്പനേരം മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, നിൽക്കുന്നുള്ളൂ, അല്ലെ? അല്പനേരം മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ആ ഓർമ്മ മനസ്സിൽ നിൽക്കുന്നുള്ളൂ. പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാണ്, മാഞ്ഞു പോവുകയാണ്. അവിടെയാണ് നമ്മുടെ ഈ ഒരു പാഠഭാഗത്തിന്റെ ശീർഷകം തഥാഗത എന്ന് പറയുന്ന ആ ഒരു ശീർഷകത്തിന്റെ പ്രാധാന്യം പറയുന്നത്. ഈ തഥാഗത എന്ന വാക്കിനർത്ഥം അങ്ങനെ പോയവർ, അങ്ങനെ വന്നവർ, അങ്ങനെ പോയിട്ടില്ലാത്തവർ എന്നൊക്കെയുമാണ് ഈ ഒരു തഥാഗത എന്ന വാക്കിന്റെ അർത്ഥം. അപ്പോൾ അമ്മയുടെ ഓർമ്മയെ കുറിച്ച് പറയാൻ, അല്ലെങ്കിൽ അമ്മയുടെ ഓർമ്മയെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ശീർഷകം ചെയ്യുന്നത് നമ്മുടെ പാഠഭാഗത്തിന് ഉൾപ്പെടുത്തിയിട്ടുള്ളത്, അല്ലെ? അമ്മയുടെ ഓർമ്മ എന്താണ്, പെട്ടെന്ന് വരികയും പെട്ടെന്ന് പോവുകയും ചെയ്യുന്നുണ്ട്, അല്ലെ? അവസാന ഭാഗമായപ്പോ, നമ്മുടെ പാഠഭാഗത്തിന്റെ അവസാന ഭാഗമായപ്പോ എന്ത് ചോദിക്കുകയാണ്, അമ്മയുടെ മകളെ കുറിച്ച്, അല്ലെ, തന്നെ കുറിച്ച് ചോദിച്ച സമയത്ത് അമ്മ പറയുന്നത് എന്താ, അമ്മിണിക്കുട്ടി മരിച്ചുപോയി എന്ന് പറയുന്നിടത്താണ് നമ്മുടെ കഥ അവസാനിക്കുന്നത്, അല്ലെ? അപ്പോ വായനക്കാരന്റെ ഉള്ളില് ഒരു തീരാത്ത നോവായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മാറുന്നുണ്ട്. കാരണം എന്താ, സ്വന്തം ജീവിച്ചിരിക്കുന്ന മകൾ സ്വന്തം അമ്മയുടെ മനസ്സിൽ എന്തിയാണ്, മരിച്ചു പോയി എന്ന് വിശ്വസിക്കേണ്ടി വരുന്ന, അല്ലെങ്കിൽ അമ്മയുടെ മനസ്സിൽ മരിച്ചു പോയി എന്ന ചിന്ത വരുന്ന ഒരു മകളുടെ അവസ്ഥ. ഇവിടെയാണ് സ്മൃതിഭ്രംശം എന്ന് പറയുന്ന രോഗത്തിന്റെ ഏറ്റവും അല്ലെങ്കിൽ ഏറ്റവും ദുഃഖകരമായിട്ടുള്ള ഒരു മുഖം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, കാണാൻ വേണ്ടി സാധിക്കുക. ഓക്കെ, അപ്പോ എന്താ, ജീവിച്ചിരിക്കുകയാണ്, തന്റെ അമ്മയുടെ മനസ്സിൽ മരിച്ചു പോവുക എന്ന് പറയുന്നതിനേക്കാൾ വലിയ സങ്കടം മറ്റൊന്നില്ല, അല്ലെ? അപ്പൊ ഇത്രയുമാണ് നമ്മുടെ അഷിതയുടെ തഥാഗത എന്ന് പറയുന്ന പാഠഭാഗം എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എന്ത് ചെയ്യാം, പെട്ടെന്നൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നോക്കിയേ, നമ്മുടെ ശീർഷകത്തെ കുറിച്ചൊന്ന് പറയുന്നുണ്ട്. പ്രാകൃത ഭാഷാ കുടുംബത്തിലെ ഒരു സാഹിത്യ ഭാഷയാണ് പാലി. ഒരു മാർക്കിന്റെ ചോദ്യമാണ്, ശ്രദ്ധിക്കണം കേട്ടോ. ഒരു മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. എന്താ, സാഹിത്യ ഭാഷയാണ് പാലി. ബുദ്ധമതത്തിന്റെ അനുഷ്ഠാന ഭാഷ എന്ന നിലയിൽ ഈ ഭാഷ പ്രശസ്തമാണ്. പാലി ഭാഷാപദമാണ് തഥാഗത. നോക്കിയേ, അപ്പൊ ഏത് ഭാഷാപദമാണ് തഥാഗത? പാലി ഭാഷാപദമാണ് തഥാഗത എന്ന് പറയുന്നത്.
ഗൗതമ ബുദ്ധൻ തന്നെയോ മറ്റു ബുദ്ധന്മാരെയോ പരാമർശിക്കുമ്പോൾ അത് ഉപയോഗിച്ചിരുന്നു. ഈ പദത്തിനെ നോക്കണേ, ഈ പദത്തിന്റെ അർത്ഥമാണ് പറയുന്നത്. അങ്ങനെ പോയവർ, അങ്ങനെ വന്നവർ, അങ്ങനെ പോയിട്ടില്ലാത്തവർ എന്നൊക്കെ അർത്ഥമുണ്ട്. ഇവിടെ എന്തുകൊണ്ടാണ് തഥാഗത എന്ന് പറയുന്ന ശീർഷകം ഉൾപ്പെടുത്തിയിട്ടുള്ളത്? അമ്മയുടെ ഓർമ്മയെ കുറിക്കാനാണ് അല്ലെ. അമ്മയുടെ ഓർമ്മ എന്ത് ചെയ്യുന്നുണ്ട്? ചിലപ്പോൾ വരുന്നുണ്ട്, ചിലപ്പോൾ പോകുന്നുണ്ട്, ചിലപ്പോൾ വരുന്നേ ഇല്ല അല്ലെ. അതുകൊണ്ടാണ്. പിന്നെയോ ഓർമ്മകൾ വന്നും പോയിമിരിക്കുന്ന സ്ത്രീ എന്ന അർത്ഥത്തിലാണ് അഷിതയുടെ കഥയിൽ തഥാഗത എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എന്തുകൊണ്ടാണ് തഥാഗത എന്ന് പറയുന്ന ആ ഒരു ശീർഷകം ഈ കഥയ്ക്ക് ഉപയോഗിക്കാൻ കാരണം എന്ന് അല്ലെ. അഷിതയുടെ ചിത്രമാണ്. മലയാളത്തിലെ പ്രശസ്തയായ ഒരു ചെറുകഥാകൃത്തും കവയത്രിയുമായിരുന്നു അഷിത. ഓർമ്മിച്ചു വെക്കണേ, ആധുനിക തലമുറയിലെ സ്ത്രീപക്ഷ എഴുത്തുകാരിലെ പ്രമുഖയാണ് അഷിത എന്ന് പറയുന്ന എഴുത്തുകാരി. അപ്പൊ എന്ത് ചെയ്യാ, ആ അഷിത എന്ന് പറയുന്ന എഴുത്തുകാരിയെ കുറിച്ചും അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ എന്ത് ചെയ്യാ ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, പിന്നെ ഇതിൽ നമുക്ക് പ്രധാനമായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ് നമ്മുടെ മകളുടെ കഥാപാത്ര നിരൂപണം. ചോദിക്കാം അല്ലെ, ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. നോക്കിയേ, അപ്പൊ നമ്മൾ എപ്പോഴും പറഞ്ഞു കഥാപാത്ര നിരൂപണം നടത്തുന്ന സമയത്ത് കഥാപാത്രം നമ്മൾ എന്ത് ചെയ്യണം? പരിചയപ്പെടുത്തേണ്ടതുണ്ട് അല്ലെ. അപ്പൊ അഷിതയുടെ തഥാഗത എന്ന് പറയുന്ന പാഠഭാഗത്തിലെ അമ്മയെ ഒരുപാട് സ്നേഹിക്കുന്ന, അമ്മയെ തിരിച്ച് ഓർമ്മയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു മകളെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? കാണാൻ വേണ്ടി പറ്റുക. കേന്ദ്ര കഥാപാത്രമാണ് ഈ മകൾ എന്ന് പറയുന്നത്. ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? ഉത്തരം എഴുതാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്യണം? ഓർത്ത് വെക്കണം കേട്ടോ. ആ ഒരു പോയിന്റ് നിങ്ങൾ മനസ്സിൽ എന്ത് ചെയ്യണം? സെറ്റ് ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. നോക്കിയേ, മകൾ മാതൃസ്നേഹത്തിന്റെ വ്യത്യസ്തമായ മുഖം വരച്ചു കാട്ടുന്ന രചനയാണ് അഷിതയുടെ തഥാഗത എന്ന് പറയുന്നത്. നോക്കണേ, മകളുടെ കഥാപാത്ര നിരൂപണമാണ്. അപ്പൊ എങ്ങനെ എഴുതണം? മാതൃസ്നേഹത്തിന്റെ വ്യത്യസ്തമായ മുഖങ്ങൾ വരച്ചു കാട്ടുന്ന രചനയാണ് അഷിതയുടെ തഥാഗത എന്നത്. കഥയിലെ മകൾ സ്മൃതിഭ്രംശം ബാധിച്ച അമ്മയുടെ സ്നേഹനിധിയായ സംരക്ഷകയാണ് അല്ലെ. കഥയിലെ മകൾ എന്താണ്? സ്മൃതിഭ്രംശം, ഓർമ്മ മറന്നുപോകുക, നമ്മൾ അൽഷിമേഴ്സ് എന്നൊക്കെ പറയൂലേ അല്ലെ. അപ്പൊ സ്മൃതിഭ്രംശം ബാധിച്ച അമ്മയുടെ സ്നേഹനിധിയായ സംരക്ഷകയാണ് ഈ കഥയിലെ മകൾ എന്ന് പറയുന്നത്. അമ്മയുടെ ഓർമ്മകളിലേക്കുള്ള യാത്രയിൽ അവൾ അനുഭവിക്കുന്ന വൈകാരിക സംഘർഷങ്ങളാണ് കഥയുടെ കാതൽ എന്ന് പറയുന്നത് അല്ലെ. അമ്മയെ കുറിച്ച് ഓർക്കുമ്പോൾ അമ്മയ്ക്കും മറവിയാണ്, അമ്മയുടെ എല്ലാ കാര്യം മറന്നുപോയി. ആ അമ്മയുടെ ഓർമ്മകളിലേക്ക് എന്താണ് അവൾ സഞ്ചരിക്കുകയാണ്. ആ സഞ്ചാരത്തിന്റെ വൈകാരികമായ സംഘർഷങ്ങളാണ് കഥയുടെ കാതൽ അല്ലെങ്കിൽ കഥയുടെ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെയോ അമ്മയോടുള്ള അളവറ്റ സ്നേഹവും കരുണയും മകളുടെ പ്രവൃത്തിയിലുടനീളം കാണാൻ വേണ്ടി എന്ത് ചെയ്യും? സാധിക്കും. ഓക്കെ, അമ്മയോടുള്ള സ്നേഹവും പരിചരണവും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ കഥയിൽ കാണാൻ വേണ്ടി സാധിക്കും. പിന്നെയോ നോക്കാം നമുക്ക് ആണ്. ഓക്കെ, സെറ്റ് ആണല്ലോ. ഇനി നോക്കിയേ, ബാക്കി നോക്കിയേ. മകളുടെ പ്രധാന സങ്കടം അമ്മയുടെ ഓർമ്മകളിൽ നിന്ന് അവൾ മായ്ച്ചു കളയപ്പെടുന്നു എന്ന തിരിച്ചറിവാണ്. അമ്മയുടെ മരണത്തെക്കാൾ വേദനാജനകമാണ് അവരുടെ ഓർമ്മകളിൽ നിന്ന് മായ്ച്ചു കളയപ്പെടുന്നത് എന്നവൾ കരുതുന്നു അല്ലെ. ശ്രദ്ധിക്കണം, എന്താ? ജീവിച്ചിരിക്കുന്ന മകൾ സ്വന്തം അമ്മയുടെ അല്ലെ, അമ്മയെ ഒരുപാട് സ്നേഹിക്കുന്ന ആ അമ്മയുടെ മനസ്സിൽ, മകൾ എന്ത് ചെയ്യാണ്? അമ്മയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ആ അമ്മയുടെ മനസ്സിൽ എന്ത് ചെയ്യാണ്? മകൾ മരിച്ചു പോയി എന്ന് പറയുന്ന ആ ഒരു ചിന്ത അവൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട്. പിന്നെയോ എങ്കിലും അമ്മയുടെ അവസ്ഥയിൽ അവൾ അനുഭവിക്കുന്ന ദുഃഖവും നിരാശയും അവളെ തളർത്തുന്നില്ല അല്ലെ. അവളെ എന്ത് ചെയ്യുന്നില്ല? തളർത്തുന്നില്ല. പിന്നെയോ അമ്മയുടെ വിചിത്രമായ പെരുമാറ്റങ്ങളും വാക്കുകളും അവളെ വേദനിപ്പിക്കുമ്പോഴും അവൾ അമ്മയെ കുറ്റപ്പെടുത്തുന്നില്ല അല്ലെ. ശ്രദ്ധിക്കണം നിങ്ങൾ, അതാണ് അവൾക്ക് അമ്മയോടുള്ള സ്നേഹം. നമ്മുടെ ഇന്നത്തെ കാലത്തൊക്കെ എന്ത് ചെയ്യാണ്? സ്വന്തം മാതാപിതാക്കളെ ഉപേക്ഷിച്ച് പോകുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലെ. വൃദ്ധസദനങ്ങളൊക്കെ എന്ത് ചെയ്യാണ്? ദിനം തോറും വർദ്ധിച്ചു വരികയാണ്. നമുക്കറിയാം, നമ്മളിപ്പോൾ ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഒരുപാട് പ്രായമുള്ള അമ്മമ്മമാരും അമ്മൂമ്മമാരൊക്കെ എന്ത് ചെയ്യണം? അച്ഛന്മാരൊക്കെ എന്ത് ഉണ്ടാവും? റോഡരികിൽ ഇരിക്കുന്നുണ്ടാവും അല്ലെ. അവരൊക്കെ ഒരു സമയത്ത് നന്നായിട്ട് സ്വന്തം മക്കളെ വളർത്തിയിട്ടുള്ള അച്ഛനും അമ്മയും ഒക്കെ ആയിരിക്കും. പക്ഷേ പിന്നീട് പ്രായമായപ്പോ അല്ലെ, അവര് വാർദ്ധക്യത്തിൽ എത്തിയപ്പോ അവരൊരു ബാധ്യതയായിട്ട് മാറുകയും അവരെ ഉപേക്ഷിക്കുകയും ചെയ്തതായിരിക്കാം. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ ഈ മകൾ സ്വന്തം അമ്മയെ അസുഖം ബാധിച്ച് കുറേയേറെ വേദനിപ്പിച്ചിട്ടും അമ്മയെ കൈവിടാതെ എന്ത് ചെയ്യുന്നത്? അമ്മയെ ചേർത്ത് പിടിക്കുന്നത്. പിന്നെയോ നോക്കിയേ, പകരം അമ്മയെ പരിപാലിക്കാനും ആശ്വസിപ്പിക്കാനും അവൾ പരമാവധി എന്ത് ചെയ്യുന്നുണ്ട്? ശ്രമിക്കുന്നുണ്ട്. അമ്മയെ പരിചരിക്കാനായി കുടുംബത്തെ വിട്ടു നിൽക്കുന്നതിന്റെ വിഷമവും മകൾ അനുഭവിക്കുന്നു. ഓക്കെ, പിന്നെയോ
അമ്മയുടെ ഓർമ്മകളിലേക്ക് തിരിച്ചു വരാൻ കഴിയാത്തതിന്റെ നിരാശയുണ്ടെങ്കിലും അവൾ അതിനെ അതിജീവിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഭർത്താവും മക്കളും അവളെ മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെടുന്നുണ്ടെങ്കിലും അമ്മയെ പരിചരിക്കാനും അവരുടെ അവസാന നിമിഷങ്ങൾ വരെ കൂടെ ഉണ്ടാകാനുമുള്ള ദൃഢനിശ്ചയം അവൾക്കുണ്ട്. അല്ലെ, ഇമ്പോർട്ടന്റ് ചോദ്യമാണ് മകളുടെ കഥാപാത്ര നിരൂപണം. ചിലപ്പോൾ നമ്മളോട് എന്ത് ചെയ്യാം, ഈ ഒരു കഥയിലെ മകളും ഇന്നത്തെ സമകാലിക സാഹചര്യം ഉൾപ്പെടുത്തി ഉപന്യാസം തയ്യാറാക്കുക എന്ന് ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ചോദിക്കാം, അല്ലെങ്കിൽ കുറിപ്പ് തയ്യാറാക്കുക എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാം, ചോദ്യം പ്രതീക്ഷിക്കാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, നമുക്കറിയാം ഇന്നത്തെ കാലത്ത് എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വൃദ്ധസദനങ്ങൾ അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രായമായിട്ടുള്ള അച്ഛനമ്മമാർ എന്ത് ചെയ്യുന്നുണ്ട്, പലരും ഉപേക്ഷിക്കുന്നുണ്ട്. അല്ലെ, ആ രീതിയിൽ എന്ത് ചെയ്യാം, നിങ്ങളെ ഉത്തരം എഴുതുക. ഓക്കെ, അടുത്ത ചോദ്യം, അടുത്തൊരു ഇമ്പോർട്ടന്റ് ചോദ്യമാണ്, കഥയിലൊരു സന്ദർഭം തന്നിട്ടുള്ള ചോദ്യമാണ്. ഇപ്പോൾ അമ്മയുടെ കൈകളിലുണ്ട് ചുളിവിന്റെ എണ്ണമില്ലാത്ത ഞൊറിവളകൾ, ഓർമ്മകൾ കൊണ്ട് തിളങ്ങുന്നവ, 7 70 7000 അതിൽ നിറഭേദങ്ങൾ. അമ്മയെ കുളിപ്പിക്കുമ്പോൾ സാവിത്രിയുടെ അമ്മയെ കുളിപ്പിക്കുമ്പോൾ എന്ന് പറയുന്നത് സാവിത്രിയുടെ കൃതിയിലെ ഭാഗമാണ്. പിന്നെയോ കഥയിലെയും മുകളിൽ നൽകിയ വരികളിലെയും ആശയതലങ്ങൾ താരതമ്യം ചെയ്ത് എന്ത് ചെയ്യുക, കുറിപ്പ് തയ്യാറാക്കുക. സാവിത്രി രാജീവിന്റെ കഥയിലെ അല്ലെ അമ്മയെ കുളിപ്പിക്കുമ്പോൾ എന്ന് പറയുന്ന കഥയിലെ വരികളാണ് ഈ തന്നിട്ടുള്ളത്. അപ്പൊ നമ്മുടെ പാഠഭാഗവും ഇതും തമ്മിൽ എന്ത് ചെയ്യുക, ബന്ധമുണ്ടോ എന്ന് പരിശോധിച്ച് വ്യത്യാസം എന്ത് ചെയ്യുക, എഴുതി വെക്കാനാണ് ചോദ്യം. അപ്പൊ നോക്കിയേ, ഉത്തരം നോക്കിയേ. സാവിത്രി രാജീവന്റെ ശ്രദ്ധേയമായ കവിതയാണ് അമ്മയെ കുളിപ്പിക്കുമ്പോൾ. ഹൃദയസ്പർശിയായ വരികളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അമ്മയുടെ കൈകളിലെ എണ്ണമില്ലാത്ത ചുളിവുകൾ മക്കൾക്കായി ജീവിച്ചതിന്റെ ശേഷിപ്പുകളാണ്, അല്ലെങ്കിൽ ശേഷിപ്പുകളായിട്ട് എന്ത് ചെയ്യാണ്, ബാക്കി നിൽക്കുന്നവയാണ്. 7 70 70000 അതിന്റെ നിറഭേദങ്ങൾ എന്ന സംഖ്യാസൂചന അമ്മയുടെ നിസ്സഹായ അവസ്ഥയെ കരുണയോടെ നോക്കിക്കാണുന്ന മക്കളുടെ സങ്കടവും അനുഭാവവും ഒരുപോലെ എന്ത് ചെയ്യുന്നുണ്ട്, വ്യക്തമാക്കുന്നുണ്ട്. പിന്നെയോ ഓർമ്മകൾ നഷ്ടപ്പെടുന്ന വാർദ്ധക്യത്തിലെ നിസ്സഹായതകളെ ഭാവപൂർണതയോടെ ആവിഷ്കരിക്കുന്ന കഥയാണ് തഥാഗത. എക്കാലവും തന്നെ ചൊല്ലി വേവലാതിപ്പെട്ട ഒരമ്മയെ മകൾ ഓർമ്മകളിലേക്ക് വീണ്ടെടുക്കാൻ ആഗ്രഹിക്കുന്നു. അമ്മയിലേക്കുള്ള ഓരോ കാൽവെപ്പും അടച്ചിട്ട ഓർമ്മയുടെ വാതിൽക്കൽ മുട്ടി നിൽക്കുന്ന നൊമ്പരം എന്നോണം മടങ്ങി വരുന്നത് പോലെ മകൾക്ക് എന്തിയാണ് തോന്നുകയാണ്. മക്കളോടുള്ള കരുതലും സ്നേഹവും നിറച്ചുവെച്ച 2 ജീവിതങ്ങളെ മക്കൾ തിരിച്ചറിയുകയാണ് കഥയിലും കവിതയിലും എന്തിട്ടുള്ളത്, ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി അവസാനത്തെ ചോദ്യമാണ്. തഥാഗത എന്ന ശീർഷകം കഥയ്ക്ക് എത്രമാത്രം യോജിക്കുന്നുണ്ട്, കഥ വിശകലനം ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം സമർത്ഥിക്കുക. ഒരു ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. ഈ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പല ചോദ്യങ്ങൾക്കും ഈ രീതിയിൽ ഉത്തരം എഴുതാൻ വേണ്ടി സാധിക്കും. ഓക്കെ, നോക്കിയേ, അഷിതയുടെ തഥാഗത എന്ന ചെറുകഥയുടെ തലക്കെട്ട് എല്ലാ അർത്ഥത്തിലും കഥയ്ക്ക് അനുയോജ്യമാണ്. പാലി ഭാഷാ പദമാണ് തഥാഗത എന്നാൽ അങ്ങനെ പോയവനെന്നും, തഥാ ആഗത എന്നാൽ അങ്ങനെ പോയിട്ടില്ലാത്തവനെന്നും അർത്ഥം കാണാം, അല്ലെങ്കിൽ കണക്കാക്കാം. ഓർമ്മകൾ വന്നും പോയും ഇരിക്കുന്ന സ്ത്രീ എന്ന അർത്ഥത്തിലാണ് അഷിതയുടെ കഥയിൽ തഥാഗത എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്ത നോക്കിയേ. ഓർമ്മകൾ നഷ്ടപ്പെട്ട അമ്മയെ ഓർമ്മയുടെ ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന സ്നേഹനിധിയായ ഒരു മകളുടെ പരിശ്രമം കഥയിൽ ദർശിക്കാൻ കഴിയും. ഓർമ്മകളിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ ആ മകൾക്ക് കഴിയുന്നില്ല എന്നിരിക്കെ അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകളിലാണ് ആ മകൾ എന്ത് ചെയ്തത്, ജീവിക്കുന്നത്. കഥയുടെ പ്രമേയത്തെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ തഥാഗത എന്ന ശീർഷകത്തിന് കഴിയുന്നുണ്ട്. ഓക്കെ, മനസ്സിലായല്ലോ. ഇത്രയുമാണ് നമ്മുടെ തഥാഗത എന്ന് പറയുന്ന പാഠഭാഗത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം. അതോടൊപ്പം തന്നെ സ്മൃതിഭ്രംശം എന്ന് പറയുന്ന രോഗത്തിന്റെ ഒരു ഇരുണ്ട വശം അല്ലെ എത്രമാത്രം ഭീകരമാണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പാഠഭാഗം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, നന്നായിട്ട് പാഠഭാഗം വായിക്കുക. നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത പാഠഭാഗത്തിലേക്ക് പോകാം. ഇത് സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു. കമന്റ് ബോക്സിൽ പറയണം കേട്ടോ. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഉണ്ട് പറയണം, സെറ്റ് ആണെങ്കിൽ സെറ്റ് എന്ന് പറയണം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത പാഠത്തിലേക്ക് കടക്കാം. അവസാനത്തെ പാഠഭാഗം രസകരമായിട്ടുള്ള പാഠഭാഗമാണ്. അല്പമല്ല ഭുജിക്കുന്നു. അല്ലെ, വലിയൊരു സദ്യ എന്തൊക്കെയുണ്ട്, ചോറുണ്ട്, പപ്പടമുണ്ട്, പഴമുണ്ട്, കറിയുണ്ട്, പായസമുണ്ട്, എല്ലാം ഉണ്ട് അല്ലെ. അപ്പോ എന്താ നമ്മുടെ ശീർഷകം നോക്കിയേ, എന്താ, അല്പമല്ല ഭുജിക്കുന്നു. അല്ലെ, ഭുജിക്കുക എന്ന് പറഞ്ഞതാ നമ്മള് ഭക്ഷണം കഴിക്കുക അല്ലെ. അപ്പൊ നമ്മുടെ കുഞ്ചൻ നമ്പ്യാരുടെ പഞ്ചേന്ദ്രോപാഖ്യാനം പറയേണ്ടുള്ളിലെ ഒരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ള അല്പമല്ല ഭുജിക്കുന്നു എന്നുള്ള പാഠഭാഗം. അല്പമല്ല ഭുജിക്കുന്നു, നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഭുജിക്കുക എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാം.
നമ്മൾ അല്പാണോ ഭക്ഷണം കഴിക്കുന്നത്? നമ്മൾ ആലോചിച്ച് നോക്കിയേ. നമ്മളിപ്പോൾ ഒരു മന്തിക്കടയിൽ മന്തി കഴിക്കാൻ പോയി എന്ന് വിചാരിക്കുക അല്ലേ, അവിടെ എന്താണ് അൺലിമിറ്റഡ് റൈസ് ആണ്, നമുക്ക് മതിയായി, നമുക്ക് ചിലപ്പോൾ വയറ് നിറഞ്ഞാൽ നമ്മൾ എന്ത് പറയും, അൺലിമിറ്റഡ് അല്ലേ, കുറച്ചുകൂടെ കഴിക്കാതെ വിചാരിച്ച് വാരി വലിച്ച് ഇത്രയും വരെ കഴിക്കുന്ന ആൾക്കാരല്ലേ നമ്മളെല്ലാവരും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ കളിയാക്കാനും ഒപ്പം സദ്യവട്ടങ്ങൾ ഒരുക്കുന്ന ആ ഒരു സ്ഥലത്തിലുള്ള ആ ഒരു സാഹചര്യത്തിലെ ശബ്ദങ്ങളൊക്കെയുമാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു പാഠഭാഗം നമ്മളോട് പറഞ്ഞു വെക്കുന്നത്. അതോടൊപ്പം തന്നെ പാഞ്ചാലി സ്വയംവരത്തിലെ, ശ്രദ്ധിക്കണേ, പാഞ്ചാലി സ്വയംവരത്തിലെ സദ്യയുടെ വിശേഷങ്ങളാണ് ഇവിടെ പറയുന്നത് നമ്മുടെ പാഠഭാഗം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ പാഠഭാഗത്തിലേക്ക് കടക്കുന്നതിന് രണ്ട് കാര്യങ്ങൾ ഓർമ്മിച്ച് വെക്കുക. കുഞ്ചൻ നമ്പ്യാരെ കുറിച്ച് അല്ലെ, കുഞ്ചൻ നമ്പ്യാർ നമ്മുടെ തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാണ് ആരെന്ന് പറയുന്നത്, കുഞ്ചൻ നമ്പ്യാർ എന്ന് പറയുന്നത്. 3 തരം തുള്ളലുണ്ട്, ഓട്ടൻ തുള്ളൽ, പറയൻ തുള്ളൽ, ശീതങ്കൻ തുള്ളൽ. അതില് നമ്മുടെ ഈ ഒരു പാഠഭാഗം എടുത്തിട്ടുള്ളത് പറയൻ തുള്ളലിൽ നിന്നാണ്. പറയൻ തുള്ളലിലെ പഞ്ചേന്ദ്രോപാഖ്യാനം എന്ന ഭാഗത്തിലെയാണ് അല്ലെ, എന്ന ഭാഗമാണ് നമ്മുടെ പാഠഭാഗം എന്ന് പറയുന്നത്, പാഞ്ചാലി സ്വയംവര ചടങ്ങിലെ സദ്യവട്ടങ്ങളെ കുറിച്ച്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, രസകരമായിട്ടുള്ള ഈ ഒരു പാഠഭാഗം എന്ത് ചെയ്യാം, വായിച്ചു നോക്കാം. നമുക്കറിയാം കുഞ്ചൻ നമ്പ്യാർ എന്താ, അദ്ദേഹത്തിന്റെ തുള്ളലിലൂടെ സമൂഹത്തിലെ അനീതികൾക്കെതിരെയും അനാചാരങ്ങൾക്കെതിരെയും പിന്നെ അന്ധവിശ്വാസങ്ങൾക്കെതിരെയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രതികരിച്ചിട്ടുണ്ട് അല്ലെ. ഹാസ്യാത്മക രൂപേണയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, തുള്ളൽ പ്രസ്ഥാനത്തിലൂടെ അദ്ദേഹം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കെതിരെ പ്രതികരിച്ചത്. അപ്പൊ എന്ത് ചെയ്യണം, അദ്ദേഹം കളിയാക്കുകയാണ്, എത്ര കിട്ടിയാലും മതിവരാത്ത ഭക്ഷണ കുതിയന്മാരായിട്ടുള്ള ആളുകളെ കളിയാക്കുകയാണ് ഈ ഒരു പാഠഭാഗത്തിലൂടെ ചെയ്യുന്നത്. നോക്കാം, നമുക്ക് എന്ത് ചെയ്യാം, ഈ ഭാഗം ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പോവാം. എന്നിട്ട് എന്ത് ചെയ്യാം, എന്നതിന് ശേഷം നമുക്ക് ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പറയാം. ഓക്കെ, അപ്പൊ നമ്മുടെ പാഠഭാഗം നോക്കിയേ, നിങ്ങൾ ഓർമ്മിക്കണം, തുള്ളലിന്റെ രീതി തന്നെ വേറെയാണ്, അത് നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെക്കണം. അപ്പൊ നോക്കിയേ, പാഠഭാഗത്തിലേക്ക് കടക്കുമ്പോ എങ്ങനെയാ, നല്ല ചോറും നല്ല നെയ്യും നല്ല നേന്ത്രപ്പഴക്കായും നല്ല വണ്ണൻ പഴം കണ്ണൻ പഴം കാളിപ്പഴം നല്ല പഞ്ചസാര ഗുളം തേനും പപ്പടങ്ങൾ പല കൂട്ടം ഇഞ്ചി മാങ്ങ നല്ല നാരങ്ങാക്കറി വേപ്പില കട്ടി പരിപ്പും പച്ചടിച്ചാറും കരിമ്പിന്നീർ നല്ല പാലും തരിമ്പും സംശയമന്യേ വിളമ്പുന്നു വേണ്ടുവോളം വറുത്തുപ്പേരികൾ നല്ല ശർക്കരുപ്പേരിയും നല്ല ചെറുതുമ്പപ്പൂവിനൊക്കും വെളുത്തുപ്പും വിളമ്പുന്നു എരിശ്ശേരി 4 കൂട്ടം പ്രഥമനങ്ങ് 5 കൂട്ടം പുളിശ്ശേരി 2 കൂട്ടം തൈര് മോരും എന്നു വേണ്ട പപ്പടം പപ്പടമെന്ന് പഴമെന്നും ഗുളമെന്നും പച്ചടി പച്ചടി എന്നും പരിപ്പെന്നും ഒരു ഘോഷം അല്പമല്ല ഭുജിക്കുന്നു കഴുത്തോളം പൂർണ്ണമായി ടപ്പുറത്തു കവിഞ്ഞാലും തൃപ്തിയില്ല ചിലർക്കെല്ലാം. എങ്ങനെയുണ്ട്? അപ്പോ നമ്മുടെ പഞ്ചേന്ദ്രോപാഖ്യാനം കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളലിൽ നിന്നുള്ള ഒരു ഭാഗമാണ് ഈ ഒരു പാഠഭാഗം എന്ന് പറയുന്നത്. ഈ രീതിയിൽ തന്നെ നിങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്നൊന്ന് പറഞ്ഞു പോകാം. നമ്മൾ പറഞ്ഞു നിങ്ങൾക്ക് ഈ ഒരു ആശയം കിട്ടിയിട്ടുണ്ടാവും അല്ലെ. അപ്പൊ എന്താ, നല്ല ചോറും നല്ല നെയ്യും നല്ല നേന്ത്ര പഴക്കായും അല്ലെ. അപ്പൊ എന്താ, വലിയൊരു ഇലയില് നമ്മുടെ സദ്യവട്ടം നിങ്ങളുടെ മനസ്സിലേക്ക് വരണേ. വലിയൊരു ഇലയിൽ എന്താണ്, നല്ല ചോറ് അല്ലെ, നല്ല ഒരുപാട് ചോറും അതിന് ചുറ്റും എന്താ, നെയ്യ് അല്ലെ, നല്ല നെയ്യും പിന്നെയോ നല്ല നേന്ത്രപ്പഴക്കായും, നേന്ത്രപ്പഴം. പിന്നെ എങ്ങനെയൊക്കെയുള്ള പഴങ്ങളാ, പല രീതിയിലുള്ള പഴം. എന്തൊക്കെ പഴങ്ങളാ, നല്ല വണ്ണൻ പഴം, പിന്നെയോ കണ്ണൻ പഴം, കാളിപ്പഴം അല്ലെ, ഇതൊക്കെ ഉണ്ട്. പലതരത്തിലുള്ള പഴങ്ങൾ ഉണ്ട് ആ സദ്യയുടെ ചുറ്റിലും. പിന്നെയോ പഞ്ചസാര ഗുളം തേനും അല്ലെ, മധുരത്തിന് വേണ്ടി എന്തുണ്ട്, പഞ്ചസാരയുണ്ട്. ഗുളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശർക്കര, ഗുളമുണ്ട്. പിന്നെയോ തേനുണ്ട്. പപ്പടം നോക്കിയേ, പപ്പടങ്ങൾ പല കൂട്ടം പപ്പടവും. പിന്നെയോ ഇഞ്ചി മാങ്ങയുണ്ട്, നല്ല നാരങ്ങാക്കറി ഉണ്ട്, വേപ്പിലക്കട്ടി ഉണ്ട്. വേപ്പിലക്കട്ടി എന്ന് പറഞ്ഞാൽ ഒരു ഉണ്ട പോലത്തെ സാധനമാണ്, അതുണ്ട്. വേപ്പിലക്കട്ടിയുണ്ട്. പിന്നെയോ പരിപ്പുണ്ട്, പച്ചടിച്ചാറുണ്ട്, കരിമ്പിൻ നീരുണ്ട് അല്ലെ, കരിമ്പിന്റെ നീരുണ്ട്, നല്ല പാലുണ്ട് അല്ലെ, സദ്യയുടെ കൂടെയാണേ, നല്ല പാലുണ്ട്. പിന്നെയോ തരിമ്പും സംശയമന്യേ
വിളമ്പുന്നു വേണ്ടുവോളം അല്ലെ. അങ്ങനെയുള്ള പാലും ഈ പറഞ്ഞ സദ്യവട്ടങ്ങളൊക്കെ തെല്ലും ഒരു സംശയം പോലും ഇല്ലാതെ എന്തിയാണ് വേണ്ടുവോളം വിളമ്പുകയാണ് ആൾക്കാർ. നമുക്കറിയാം നമ്മളൊക്കെ കല്യാണം വീട്ടിൽ പോയി കഴിഞ്ഞാൽ ആളുകൾ ബാക്കിയാക്കോ അല്ലെങ്കിൽ ചിലപ്പോൾ സാധനങ്ങളൊക്കെ കുറവായിരിക്കും, അപ്പൊ കുറച്ചൊക്കെ വിളമ്പുള്ളൂ ആദ്യം അല്ലെ. പക്ഷെ ഇവിടെ എന്താ ഒരു സംശയവും ഇല്ലാതെ ആളുകൾ ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുക, എല്ലാ സാധനവും വേണ്ടുവോളം എന്ത് ചെയ്യാണ് വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെയോ വറുത്തുപ്പേരികൾ നല്ല, ശർക്കര ഉപ്പേരിയും നല്ല അല്ലെ. പിന്നെയോ ഉപ്പേരിയായിട്ട് എന്തുണ്ട്, വറുത്തുപ്പേരി ഉണ്ട്, ശർക്കര ഉപ്പേരി ഉണ്ട്, നല്ല ചെറു തുമ്പപ്പൂവിനൊക്കും വെളുത്ത ഉപ്പുമുണ്ട് അല്ലെ. എന്താ ഈ പറയുന്ന കാര്യത്തിനോടൊക്കെ കൂടെ എന്തുണ്ട്, നല്ല തുമ്പപ്പൂ പോലുള്ള ഉപ്പും എന്ത് ചെയ്യുന്നുണ്ട് വിളമ്പിയിട്ടുണ്ട് സദ്യവട്ടത്തിനൊപ്പം. പിന്നെയോ അടുത്ത നോക്കിയേ, എരിശ്ശേരിയോ 4 കൂട്ടം എരിശ്ശേരി, പ്രഥമനോ പായസം 5 കൂട്ടം പായസം, പിന്നെയോ 2 കൂട്ടം പുളിശ്ശേരി, പിന്നെ അതിന്റെ കൂടെയോ തൈരുണ്ട്, മോരുണ്ട് അല്ലെ, വേണ്ടുവോളം എല്ലാം ഉണ്ട് അല്ലെ. പിന്നെയോ അങ്ങനെ ഇതൊക്കെ വിളമ്പുന്നതിന്റെ ഇടയിലാണ് അപ്പുറത്തെ ആളുകൾ പിന്നെയും എന്ത് ചെയ്യുന്നത്, പപ്പടം പപ്പടമെന്ന്, പഴമെന്നും ഗുളമെന്നും, പച്ചടി എന്നും, പരിപ്പെന്നും ഒരു ഘോഷം അല്ലെ. നമുക്കറിയാം ഇങ്ങനെ ആളുകൾ വിളമ്പി പോവാണ്. അപ്പൊ അപ്പുറത്തുനിന്ന് പിന്നെയും വിളിക്കുകയാണ്, ദേ പപ്പടം അല്ലെ, ദേ പച്ചടി, ദേ ഗുളം എന്നെന്തിയാണ് ആളുകൾ പിന്നെയും സാധനത്തിന് വേണ്ടി വിളിക്കുകയാണ്. അപ്പൊ അതാണ് ആ ഒരു ഘോഷം എന്ത് ചെയ്യുന്നുണ്ട് ആ ഒരു സദ്യവട്ടത്തിനിടയിൽ കേൾക്കുന്നുണ്ട്. പപ്പടം എന്നും, പഴമെന്നും, ഗുളമെന്നും, പച്ചടിയും എന്ത് ചെയ്യുന്നുണ്ട് ഒരു ഘോഷം. ആളുകൾ പിന്നെയും അത് കിട്ടാൻ വേണ്ടിയിട്ട് ഉറക്കെ വിളിച്ച് പറയുന്നത്. നമ്മൾ പറയില്ലേ, ദേ വെള്ളം കിട്ടിയില്ല, സാമ്പാർ കിട്ടിയിട്ടില്ല, പായസം കിട്ടിയില്ല എന്ന് പറയില്ലേ, ആ ഒരു ഘോഷം എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കേൾക്കാൻ പറ്റും. പിന്നെന്താ അവസാന ഭാഗമായപ്പോ നമ്മുടെ നമ്പ്യാർ എന്തിയാണ്, കുഞ്ചൻ നമ്പ്യാർ കളിയാക്കുകയാണ്. എന്താ, അല്പമല്ല ഭുജിക്കുന്നും കഴുത്തോളം പൂർണ്ണമായി, ടപ്പുറത്ത് കവിഞ്ഞാലും തൃപ്തിയല്ല ചിലർക്കെല്ലാം അല്ലെ. എന്താ അല്പമല്ല ഭുജിക്കുന്നത്, ഭക്ഷിക്കുന്നത്, എന്താ കഴുത്തോളായാലും ഇവിടം വരെ ആയാലും അതൊന്ന് കവിഞ്ഞാലും പുറത്തേക്ക് വന്നാലും എന്ത് ചെയ്യുന്നില്ല, ആളുകള് തൃപ്തരാകുന്നില്ല. പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്, പിന്നെയും ഭക്ഷണം വേണമെന്ന് പറയുകയാണ്. അപ്പൊ ഇവിടെ എന്തിനാണ് കളിയാക്കുന്നത്, നമ്മുടെ മനുഷ്യന്മാരുടെ അത്യാർത്തിയാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ഭാഗത്ത് കളിയാക്കുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. ഇതാണ് നമ്മുടെ കവിത എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ ഇമ്പോർട്ടന്റ് ചോദ്യങ്ങളിലേക്ക് പോകാം. നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ശീർഷകത്തിന്റെ ഔചിത്യം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പല ചോദ്യങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉത്തരം എഴുതാൻ വേണ്ടി സാധിക്കും. അപ്പൊ ശീർഷകത്തിന്റെ ഔചിത്യം വായിച്ചു നോക്കിയേ. എന്താ, അല്പമല്ല ഭുജിക്കുന്നു എന്ന ശീർഷകം കുഞ്ചൻ നമ്പ്യാരുടെ പഞ്ചേന്ദ്രോപാഖ്യാനം, ശ്രദ്ധിക്കണേ, പഞ്ചേന്ദ്രോപാഖ്യാനം ഉപാഖ്യാനത്തിലെ ഈ ഭാഗത്തിന് ഏറെ ഉചിതമാണ്. നമ്മൾ പറഞ്ഞതുപോലെ പറയാൻ തുള്ളലിന്റെ ഭാഗമാണ്. തുള്ളൽ 3 തരത്തിലുണ്ട്, ഓർമ്മിക്കണേ, ഓട്ടം തുള്ളൽ, പറയാൻ തുള്ളൽ, ശീതങ്കം തുള്ളൽ. ഓക്കെ. പിന്നെയോ കവിതയിൽ വിവരിച്ചിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളുടെ വൈവിധ്യവും അവ ലഭ്യമാകുന്ന ധാരാളിത്തവും കണക്കിലെടുക്കുമ്പോൾ അവിടെ നടക്കുന്നത് അല്പമല്ലാത്ത ഭക്ഷണം കഴിക്കലാണെന്ന് വ്യക്തമാണ്. പിന്നെയോ എത്ര കഴിച്ചാലും മതിയാകാത്ത മനുഷ്യ പ്രകൃതിയാണ് കവി ഇവിടെ ചിത്രീകരിക്കുന്നത്. നമ്മൾ മന്തി കഴിക്കാൻ പോയാൽ ഓർമ്മിച്ചാൽ മതി. ഓക്കെ, കഴുത്തു വരെ നിറഞ്ഞാലും തൃപ്തിയില്ലാത്ത ചിലരെ കവി ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, പരിഹസിക്കുന്നുണ്ട്. ഈ അത്യാഗ്രഹത്തെ അല്പമല്ല ഭക്ഷിക്കുന്നത് എന്ന വാക്യം വ്യക്തമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് ഈ ഒരു പാഠഭാഗത്തിന് അല്പമല്ല ഭുജിക്കുന്നു എന്ന് പറയുന്ന ശീർഷകം അല്ലെങ്കിൽ ഉത്തമമാണ്, അനുയോജ്യമാണെന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിച്ച് ഓർത്ത് വെക്കണം. ആ ഒരു ശീർഷകം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പല ചോദ്യങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉത്തരം എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കും. അടുത്ത് നോക്കിയേ, ഭക്ഷണപ്രിയന്മാരുടെ കൊതിയും ധൃതിയും പാഠഭാഗത്ത് ചിത്രീകരിക്കുന്നത് എങ്ങനെയെല്ലാമാണ് സന്ദർഭം കണ്ടെത്തി എഴുതുക അല്ലെ. ഭക്ഷണ കൊതിയന്മാരുടെ ധൃതി നമ്മൾ പറയുന്നില്ലേ, പപ്പടം എന്നൊരു ഘോഷം അല്ലെ. നോക്കാം, നമുക്ക് ഉത്തരം നോക്കാം. എന്താ, ഭക്ഷണം കഴിക്കുന്നതിലെ തിടുക്കത്തെയും ആർത്തിയെയും സൂചിപ്പിക്കുന്ന വരികളാണ് ഇവ. ഭക്ഷണപ്രിയർ അവരവർക്ക് വേണ്ട വിഭവങ്ങൾ കിട്ടാനായി ബഹളവും തിരക്കും കൂട്ടുകയാണ്. ചിലർക്ക് പപ്പടം വേണം, ചിലർക്ക് പഴം വേണം, ഗുളം വേണം, മറ്റു ചിലർക്കാവട്ടെ പച്ചടിയും പരിപ്പുമാണ് വേണ്ടത്. ഇതെല്ലാം ഓരോരുത്തരും വിളിച്ചു പറയുന്നതും വിളമ്പുകാർ അതിനനുസരിച്ച് തിടുക്കം കൂട്ടുന്നതുമാണ് വിളമ്പുപുരയിലെ ബഹളത്തിന് എന്ത് ചെയ്യുന്നുള്ളത് കാരണമായിട്ട് മാറുന്നത്. പിന്നെയോ ഇത്രയും വിഭവങ്ങൾ കഴുത്ത് നിറഞ്ഞ് പുറത്തേക്ക് തുളുമ്പുന്ന അത്രയും കഴിച്ചാലും പലർക്കും എന്താവുന്നില്ല, തൃപ്തി വരുന്നില്ല. ഭക്ഷണപ്രിയരുടെ അനിയന്ത്രിതമായ ആർത്തിയാണ് എന്ത് ചെയ്യുന്നത് ഈ വരികളിലൂടെ നമ്പ്യാർ വരച്ചു കാണിക്കുന്നത്. ഓർത്ത് വെക്കുക. പിന്നെയോ
അടുത്തൊരു ചോദ്യം നോക്കിയേ. അടുത്തൊരു ചോദ്യം 2 മാർക്കോ 4 മാർക്കോ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. ഓർമ്മിക്കുക. ചെറു തുമ്പ പൂവിനൊക്കും വെളുത്തുപ്പും വിളമ്പുന്നു. അല്ലെ, ഉപ്പ് വിളമ്പുന്നുണ്ട്. തുമ്പപ്പൂ പോലുള്ള ഉപ്പ് എന്ത് ചെയ്യുന്നുണ്ട്? ചോറിന് വിളമ്പുന്നുണ്ട്. അപ്പോൾ ഈ കാവ്യപ്രയോഗത്തിന്റെ ഭംഗി കണ്ടെത്തി എഴുതുക. നോക്കിയേ, നോക്കാം നമുക്ക്. എന്താ? പൂക്കളിൽ ഏറെ സവിശേഷതയുള്ള പൂവാണ് തുമ്പപ്പൂവ് എന്ന് പറയുന്നത്. ആരെയും ആകർഷിക്കാൻ പോകുന്ന വെള്ള നിറം തുമ്പപ്പൂവിന്റെ പ്രത്യേകതയാണ്. ഇവിടെ ഉപ്പിനെ തുമ്പപ്പൂവിനോടാണ് സാമ്യപ്പെടുത്തിയിരിക്കുന്നത്. പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന ഉപ്പ് മായം കലരാത്തതാണ്. അങ്ങനെയുള്ള ഉപ്പാണ് ചോറിനൊപ്പം വിളമ്പുന്നത്. ചെറുതുമ്പപ്പൂവിനെയും ഉപ്പിനെയും ചേർത്ത് പറയുന്നതിലൂടെ ലഭിക്കുന്ന കാവ്യാത്മകത ആസ്വാദ്യകരവുമാണ്. അതോടൊപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ പൂക്കളത്തിൽ ഏറ്റവും പ്രധാനം എന്താണ്? തുമ്പപ്പൂവാണ്, അല്ലെ? നമുക്കറിയാം. അതുപോലെ എന്താ, ഭക്ഷണത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഉപ്പ് എന്ന് പറയുന്നത്, അല്ലെ? ഉപ്പ് കൂടിപ്പോയാലും പ്രശ്നമാണ്, കുറഞ്ഞു പോയാലും പ്രശ്നമാണ്. അങ്ങനെ ഇതിൽ എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കിയേ. ഭക്ഷണപ്രിയരുടെ കൊതിയും ധൃതിയും പാഠഭാഗത്ത് ചിത്രീകരിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ പറഞ്ഞു അല്ലെ, എന്താ? എത്ര കഴിച്ചാലും കഴുത്തോളം പൂർണ്ണമായി നിറഞ്ഞാലും തൃപ്തിയാകാത്ത മനുഷ്യരെ നന്നായി കളിയാക്കുന്ന പാഠഭാഗമാണ് നമ്പ്യാരുടെ അല്പമല്ല ഭുജിക്കുന്നു. ഭക്ഷണം വിളമ്പുന്നവരുടെയും കഴിക്കുന്നവരുടെയും തിടുക്കവും ബഹളവും വായനക്കാരൻ നന്നായി എന്ത് ചെയ്യാൻ പറ്റും? അനുഭവിച്ചറിയാൻ വേണ്ടി സാധിക്കും. പിന്നെയോ, ഭക്ഷണത്തിന് ധാരാളം വിഭവങ്ങൾ ഉണ്ടെന്നിരിക്കെ പപ്പടം എന്നും പഴം എന്നും ഗുളം എന്നും പച്ചടി എന്നും പരിപ്പ് എന്നും പറഞ്ഞ് ശബ്ദമുണ്ടാക്കാൻ ഭക്ഷണപ്രിയരുടെ ഭ്രമം ആരെയും അതിശയിപ്പിക്കുന്നത് തന്നെയുമാണ്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, നമ്മുടെ അല്പമല്ല ഭുജിക്കുന്നു എന്ന് പറയുന്ന പറയൻതുള്ളിലെ കുഞ്ചൻ നമ്പ്യാരുടെ പറയൻതുള്ളിലെ ഭാഗം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ 4 ചാപ്റ്ററും ഒപ്പം നമ്മുടെ ആദ്യത്തെ ടേമിലെ ഫസ്റ്റ് ടേമിലെ 4 ചാപ്റ്ററും കൂടെ എന്ത് ചെയ്യാം? നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി പോയി കഴിഞ്ഞാൽ എളുപ്പമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ മലയാളം സെക്കൻഡ് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം? നിങ്ങൾ നന്നായിട്ട് പാഠഭാഗം വായിക്കുക, നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മനസ്സിലാക്കുക, ഓരോ ചോദ്യത്തിന്റെ ഉത്തരം എന്ത് ചെയ്യുക? ഉൾക്കൊള്ളുക. ആ ചോദ്യം അതേ രീതിയിൽ വേറെ രീതിയിൽ നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ആ ഉത്തരത്തെ മാറ്റിയെടുക്കണം എന്നുള്ള കാര്യം എന്ത് ചെയ്യാം? മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ മലയാളം ഫസ്റ്റിന്റെ ലൈവുമായിട്ട് കാണാം. ഓക്കെ, അപ്പൊ എന്താ, എല്ലാവർക്കും താങ്ക് യു. നന്നായിട്ട് എന്ത് ചെയ്യാം? പഠിക്കാം കേട്ടോ. ഓക്കെ, എല്ലാവർക്കും നന്നായിട്ട് എന്ത് ചെയ്യട്ടെ? പരീക്ഷ എഴുതാൻ പറ്റട്ടെ. ഓൾ ദി ബെസ്റ്റ്.